कुञ्ज विहारी जय राधा माधव, जय कुञ्ज विहारी। जय गोपी जन वल्लभा, जय गिरिवरधारी। जय गोपी जन वल्लभा, जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन, यशोदनन्दन व्रज जनरञ्जन, यमुनतीरावनचारी। जय कुञ्ज विहारी, जय राधा माधव, जय कुञ्ज विहारी। जय राधा माधव, जय कुञ्ज विहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम राम। ഹരേ കൃഷ്ണ. നമുക്ക് പ്രഭുജിയെ സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു, തുടങ്ങാം. ഹരേ കൃഷ്ണ, ഹരിബോൾ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ആദ്യം ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗോം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.
എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ വിശദീകരണത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ സർവ വേദാന്ത സാരസർവസ്വമായിട്ടുള്ള എല്ലാ ഉപനിഷത്തുക്കളുടെയും, വേദാന്തം എന്നറിയപ്പെടുന്ന ഉപനിഷത്തിന്റെയും മറ്റു യോഗശാസ്ത്രങ്ങളുടെയും ആകെ തുകയായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത അർജുനന് അഥവാ ജീവാത്മാക്കളായിട്ടുള്ള നമ്മളോട് ഉപദേശിക്കാനായിട്ട് ആരംഭിച്ചു. അർജുന, ലോകത്തില് 2 വസ്തുക്കളേ ഉള്ളൂ. ഒന്ന് സത്ത്, ഉണ്മയുള്ളത്, ശാശ്വതമായത്, അനശ്വരമായത്, നശിക്കാത്തത്, വ്യയം സംഭവിക്കാത്തത്, ക്ഷയം സംഭവിക്കാത്തത്, ജീർണിക്കാത്തത്, ദഹിക്കാത്തത്. സത്ത് എന്താണ്? ആത്മാവ്. രണ്ടാമത് അസത്ത്, നശിക്കുന്നത്, വ്യയം സംഭവിക്കുന്നത്, ജീർണിക്കുന്നത്, ദഹിക്കുന്നത്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചത്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നശ്വരമായത്. ഇങ്ങനെ രണ്ടിന്റെയും സവിശേഷതകള് തത്വദർശികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആരാണ്? തത്വത്തെ അറിയുന്നവര്. തത് പ്ലസ് ത്വം, അതിനെയും ഇതിനെയും കുറിച്ച്, ആ അവിനാശിയായിട്ടുള്ള നാശരഹിതമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചും, പിന്നെ പരമാത്മാവ് ഭഗവാൻ, അത് 3 വിഭാഗത്തിൽ പെടും. ഉണ്മയായത്, അതുപോലെ തന്നെ നാശമുള്ളതായിട്ടുള്ള ഈ ശരീരവും ഈ പ്രപഞ്ചവും ഈ ജഗത്തും വിശ്വവും യൂണിവേഴ്സും അല്ലെ, ഗാലക്സിയും എല്ലാം ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. പണ്ട് മഹർഷിമാര്, ക്രാന്തദർശികളായിട്ടുള്ള മുനിമാര്, യോഗികള്, ഇവരെല്ലാം കണ്ടെത്തിയിട്ടുള്ള പരമസത്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അസത്തിന് ഉണ്ടെന്നുള്ള ഭാവമില്ല. കാരണം എന്താണ്? അത് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. സമുദ്രത്തിലെ തിരമാലകളെ പോലെ, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് കുമിളകളെ പോലെ ഉണ്ടെന്ന് തോന്നിക്കും. പക്ഷെ എവിടെ നിന്നാണോ വരുന്നത്, എവിടെയാണോ നിലനിൽക്കുന്നത്, എവിടേക്കാണ് തിരിച്ചു പോകുന്നത്, ഇതൊന്നും അറിയില്ല. നാസതോ വിദ്യതേ ഭാവഃ. അസത്തിന് ഉണ്ടെന്നുള്ള ഭാവമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, തോന്നിക്കുന്നതാണ്, ഒരു മിഥ്യയാണ്, കുറച്ചു നേരത്തെ സങ്കല്പം അല്ലെ. നമ്മളും ഈ പ്രപഞ്ചവും സൂര്യചന്ദ്രന്മാരും എല്ലാം അതിൽ പെടും. അല്ല, അത് നമ്മൾക്ക് കാണുന്നുണ്ടല്ലോ, അനുഭവിക്കുന്നുണ്ടല്ലോ. പ്രാതിഭാസിക തലത്തിലും വ്യാവഹാരിക തലത്തിലുമെല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അതിന് നാശമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു കാലയളവ്. പക്ഷെ ബ്രഹ്മാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 8-ാം അധ്യായത്തിലേക്ക്, അക്ഷരബ്രഹ്മയോഗത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതില് ചെറിയ കാലയളവ് മുതൽ വലിയ കാലയളവ് വരെ കാലനിർണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബ്രഹ്മഭുവനാലോകോ പുനരാവർത്തിനോ അർജുന. അർജുന, ബ്രഹ്മാവിന്റെ ലോകവും ആവർത്തിക്കപ്പെടുന്നതാണ്, ഉണ്ടായി നശിക്കുന്നതാണ്. സഹസ്രയുഗ പര്യന്തം അഹരത് ബ്രഹ്മണോ വിദുഹു. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകള് ബ്രഹ്മാവിന്റെ പകല് 1000 ചതുർയുഗങ്ങൾ എന്ന് പറയപ്പെടുന്നു. അഹോരാത്രം, രാത്രിയും അതുപോലെ തന്നെ. രാത്രിയും യുഗസഹസ്രാന്തം തേഹോ രാത്രവിദോ ജനാഹ. ഇങ്ങനെ ബ്രഹ്മാവിന്റെ രാത്രിയും പകലും അറിയുന്നവരാണ് യഥാർത്ഥത്തില് ജ്ഞാനികള്. അവരാണ് ദിനരാത്രങ്ങളെ അറിയുന്നവർ എന്നെല്ലാം പറയാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എന്നിരുന്നാലും ഈ ആമ്പാറ്റെ നോക്ക്, നമ്മളെ സംബന്ധിച്ച് ഈ ആമ്പാറ്റ, ഒരു ഈയാമ്പാറ്റയോട് നമ്മൾ പറയുകയാണ്, അല്ലയോ ഈയാമ്പാറ്റെ, നീ ജനിക്കുന്നു, നിമിഷ നേരങ്ങൾ കൊണ്ട് ജീവിക്കുന്നു, നിമിഷ നേരങ്ങൾ കൊണ്ട് മരിക്കുന്നു. ഈയാമ്പാറ്റ വിശ്വസിക്കില്ല. ഉറുമ്പിനോടോ ചിതലിനോടോ പറഞ്ഞാലും അതും വിശ്വസിക്കില്ല. പക്ഷെ നമ്മൾക്ക് കാണുന്നതാണ്, അനുഭവവേദ്യമാകുന്നതാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും അല്ലെ. അവയ്ക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ ആയുസ്സുള്ളൂ. ഉറുമ്പുകൾക്ക് 3-4 ദിവസമേ ആയുസ്സുള്ളൂ. ചിത്രശലഭങ്ങൾക്ക് ഒരാഴ്ചയെ ആയുസ്സുള്ളൂ. അങ്ങനെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബ്രഹ്മാവ് പറയാണ് നമ്മളോട്, അല്ലയോ ഉണ്ണികളെ, മനുഷ്യരെ, പരിശുദ്ധ ഭക്തന്മാരെ, നിങ്ങൾക്ക് നീർക്കുമിളകളുടെ അത്രയും ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂ? ഞങ്ങൾ 60 വർഷം 80 വർഷം 90 100 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. ബ്രഹ്മാവ് പറയും ഞാനും അതുപോലെ തന്നെ. ഇപ്രകാരം ആ ശാശ്വതമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചും നശിച്ചു പോകുന്ന, വ്യയം സംഭവിക്കുന്ന, ജീർണിക്കുന്ന ഭൗതിക ശരീരത്തെ കുറിച്ചും
ഭഗവാൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞു. കാരണം ഇതെല്ലാം തത്വദർശികൾ കണ്ടുപിടിച്ചതാണ്, തത്വദർശികളുടെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമല്ല. അവരെന്താണ് മനസ്സിലാക്കിയത് അത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഇത് തന്നെയാണ് ഞാൻ സർഗാദിയില് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തില് വിവസ്വാൻ എന്നറിയപ്പെടുന്ന സൂര്യദേവനും അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള വൈവസ്വത മനുവനും അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഇക്ഷ്വാകു മഹാരാജാവിനും അതിനുശേഷം വന്നിട്ടുള്ള അജനും മറ്റുള്ള എല്ലാവർക്കും ഉപദേശിച്ചത് എന്ന് ഭഗവാനിന് ഈ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. അപ്പോ ഭഗവാൻ പണ്ട് മുതലേ ഉപദേശിച്ച അതേ ജ്ഞാനം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഇത്രയും മാഹാത്മ്യം എല്ലാ ജനങ്ങളാലും പ്രകീർത്തിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്? ഇത് തന്നെയാണ് ശ്രീമദ് നാരായണൻ പുത്രനായിട്ടുള്ള ബ്രഹ്മാവിനും, ബ്രഹ്മാവ് തന്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷിക്കും, നാരദ മഹർഷി വേദവ്യാസ മഹർഷിക്കും, പിന്നീടുള്ള സകല യോഗികൾക്കും മുനിവര്യന്മാർക്കും എല്ലാം ഉപദേശിക്കപ്പെട്ടത്. ആ ഒരു ജ്ഞാനം തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര പുരാണമാണ്, അതേസമയം തന്നെ എത്ര നവീനമാണ്. ഏത് കാലഘട്ടത്തിലും ഏത് യുഗത്തിലും ഏത് രാജ്യത്തിലും ഏത് സമയത്തും സർവദാ സർവത്ര സർവശ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സിദ്ധാന്തമാണ് ശ്രീമദ് ഭഗവത്ഗീത. നാസദോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരഭി ദൃഷ്ടാന്ത ത്വനയോ തത്വദർശിഭിഹി. തത്വദർശികളായിട്ടുള്ള ആളുകള് ഈ രണ്ടിന്റെയും സത്തിന്റെയും അസത്തിന്റെയും എല്ലാം കാര്യങ്ങള്, ഗുണങ്ങള്, സവിശേഷതകളെല്ലാം പഠിച്ചതാണ്. അപഗ്രഥനാത്മകമായിട്ടുള്ള പഠനത്തിൽ കൂടെ ദൃഷ്ടാന്തങ്ങള് ഉദാഹരണ സഹിതം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അർജുനൻ പറഞ്ഞു അവരും മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്താ പ്രയോജനം, അല്ലെ? ആരെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ വിശപ്പ് മാറോ? ഇല്ല, നമ്മൾ തന്നെ കഴിക്കണം. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കേട്ടു അല്ലെങ്കിൽ അങ്ങ് അവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്ക് വല്ല പ്രയോജനം ഉണ്ടോ ഭഗവാനെ, ഗോവിന്ദ, കൃഷ്ണ, അച്യുത, ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം ഞാൻ അർഹനാണെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരൂ. അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന ശ്രീ പത്മനാഭ ഗ്രൂപ്പിലത്തെ ആളുകൾക്ക് അർഹതയുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഇത് എല്ലാവർക്കും അവകാശമുള്ളതാണ്, സകല ബദ്ധാത്മാക്കളായിട്ടുള്ള ജീവാത്മാക്കൾക്കും അർഹതപ്പെട്ടതാണ്. കാരണം ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബദ്ധാത്മാക്കളായിട്ടുള്ള ആളുകളെല്ലാം ഇത് കേട്ട് പഠിച്ച് മുക്താത്മാക്കളായിട്ട് തന്നെ പ്രാപിക്കും. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഇതറിയാനുള്ള അവകാശമുണ്ട്, അവര് ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടിനെയും കുറിച്ചുള്ള ഒരു സവിശേഷ പഠനമാണ് ഭഗവാൻ ഇനിയുള്ള 10-15 ശ്ലോകങ്ങളിൽ കൂടെ പറയാൻ പോകുന്നത്. 17 എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച. സർവലോക മഹേശ്വരൻ, സച്ചിദാനന്ദ സ്വരൂപൻ, പരമ്പൊരുള്, നിന്തിരുവടി, കടവുള്, അല്ലെ? സർവ ഭൗതിക ലോകങ്ങളുടെയും ആധ്യാത്മിക ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി, സർവയജ്ഞങ്ങളുടെയും ഭോക്താവ്, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ്, അതേസമയം തന്നെ സർവചരാചരങ്ങളുടെയും സുഹൃത്ത്, മിത്രം, കൂട്ടുകാരൻ, ഇതാണ് ഭഗവാൻ. ഐശ്വര്യാദി സകല ഗുണങ്ങളുമുള്ളവൻ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്വിയഃ ജ്ഞാനവൈരാഗ്യോശ്ചൈവ ക്ഷണാം ഭഗ ഇതീരണഃ. സർവത്ര ഗുണങ്ങളും 100% 100% ആരിലാണ് അടങ്ങിയിരിക്കുന്നത്? അവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. മാത്രമല്ല സർഗാദിയില് സർവചരാചരങ്ങളും ആരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ആരിലാണ് നിലനിൽക്കുന്നത്, ആരിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ആ ഒരു വ്യക്തിയെ മാത്രമേ ശ്രീ ഭഗവാൻ എന്ന് പറയാൻ പാടുള്ളൂ. ബഹുമാനം കൊണ്ട് മറ്റുള്ളവരെ വേണമെങ്കിൽ നിങ്ങൾ ഈ പദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാം. പക്ഷെ സാക്ഷാൽ ശ്രീമൻ നാരായണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമേ ഭഗവാനായിട്ടുള്ളൂ. അതുകൊണ്ട് ശ്രീ ഭഗവാനുവാച, ആ പരമ ദിവ്യോത്തമ പുരുഷൻ, പരമനിരപേക്ഷ സത്യമായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശാമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതേ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക്, ഉണ്മയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്.
ശരീരത്തിലെങ്ങും വ്യാപൃതനായിട്ടുള്ള ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എന്തെന്ന് ഏതൊരാൾക്കും അറിയാം. ബോധം അഥവാ പ്രജ്ഞ അഥവാ അവബോധമാണിത്. ദേഹത്തിന്റെ ഒരു ഭാഗത്തോ എല്ലായിടത്തുമോ ഉള്ള വേദനകളെയോ സുഖാനുഭൂതികളെയോ പറ്റി എല്ലാവരും ബോധവാന്മാരാണ്. ബോധത്തിന്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ഏശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിന്റെ മൂർത്തിബദ്ഭാവമാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം അഥവാ കോൺഷ്യസ്നെസ്. ഭഗവാൻ ഇനി ആ നാശരഹിതമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചിട്ട് കുറച്ചു നേരം വാചാലനായിട്ട് സംസാരിക്കാൻ പോകുകയാണ്. അർജുന, അവിനാശിതു തദ്വിദ്ധി. തു എന്നാലാകട്ടെ. മുന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറയുമ്പോഴാണ് തു ആകട്ടെ, എന്നാലാകട്ടെ. രണ്ട് കാര്യങ്ങളെയും കുറിച്ചിട്ട് പറയുമ്പോ അല്ലെ, ഒന്നിനെ കുറിച്ച് പറഞ്ഞു, നേരത്തെ പറഞ്ഞു അസത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അസത്ത് ഇല്ലാത്തതാണ്, തോന്നിക്കുന്നതാണ്. സന്ധ്യാസമയത്ത് ഒരു കുട്ടിയെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിലേക്ക് പറഞ്ഞു വിട്ടു. കുട്ടി ഇരുട്ടുള്ള സമയത്ത് കാർമേഘമെല്ലാം വന്ന് മൂടി അന്ധകാരം ബാധിച്ച് ആ സമയത്ത് സന്ധ്യാസമയത്ത് കടയിലേക്ക് പോയി തിരിച്ചു വന്നു. കരഞ്ഞിട്ടാ വരണത്. അയ്യോ പാമ്പിനെ ചവിട്ടി, അയ്യോ അല്ലെ. വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കാണ് പാമ്പിന്റെ കാര്യങ്ങൾ. പണ്ട് കൊറോണയുടെ സമയത്ത് ജില്ല തിരിച്ചിട്ട് കൊറോണ രോഗികളുടെ എണ്ണം എഴുതാറുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് പാമ്പ് കടിയേറ്റ ആളുകളുടെ എണ്ണമാണ് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ. തൃശ്ശൂർ ജില്ലയിൽ ഇത്ര, പത്തനംതിട്ടയിൽ ഇത്ര, കൊല്ലത്ത് ഇത്ര, തിരുവനന്തപുരത്ത് ഇത്ര എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഈ കുട്ടി പറഞ്ഞു, ഞാൻ പാമ്പിനെ ചവിട്ടി അച്ഛാ, അമ്മേ, ഞാൻ മരിച്ചു പോകുള്ളൂ, ഇതാ ചോര വരുന്നു എന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോ ശരിയാണ്, കാലിൽ നിന്ന് ചെറുതായിട്ട് രക്തം കിനിയുന്നുണ്ട്, ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട്. എവിടെ വെച്ചിട്ടാ, എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ഞാൻ വരുന്ന സമയത്ത് ആ പോസ്റ്റിന്റെ അടിയിൽ ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു, നല്ല വണ്ണുണ്ട്, അതിനെ ഞാൻ ചവിട്ടി അറിയാതെ അത് എന്നെയും കടിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നെ കൊണ്ടുപോകാച്ചോ, ഞാനിപ്പോ മരിച്ചു പോകും, ഞാനിപ്പോ ചാവും എന്ന് പറഞ്ഞിട്ട് കുട്ടി കരച്ചിൽ ആരംഭിച്ചു. അച്ഛൻ പറഞ്ഞു, ശരി ഏതാണെന്ന് നോക്കാം, അവിടെ ഉണ്ടോ, ചത്തോ എന്നൊക്കെ നോക്കാം. ടോർച്ചും കൈ പിടിച്ച് വിളക്കൊക്കെ കത്തിച്ചു പോയി, എമർജൻസി ലാമ്പൊക്കെ കത്തിച്ചു പോയി. അങ്ങനെ കുട്ടി പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ എന്താണ്, വലിയൊരു കയറിന്റെ കഷ്ണം കിടക്കുന്നു. അവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാനായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഉപയോഗിച്ച് അത് നാശമായിട്ട് ഉപയോഗിക്കാൻ കൊള്ളില്ലാത്തത് കൊണ്ട് അവരവിടെ ഉപേക്ഷിച്ചതാണ്. അഴുക്കും പൊടിയും ചെടിയൊക്കെയും കാരണം ഏകദേശം ഒരു പാമ്പിന്റെ രൂപമൊക്കെ ഉണ്ട്, നല്ല പതുപതുപ്പുണ്ട്, അതിനാണ് ചവിട്ടിയത്. ഉണ്ണി വിഷമിക്കേണ്ട, എന്തിനാ ഉണ്ണി കരയണ, കുട്ടി ഇതിലാ ചവിട്ടിയത്. അപ്പൊ ഇവിടുന്നാ ഈ ചോര വന്നത്, പാമ്പ് കടിക്കാണ്ട് ചോര വരുമെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നോക്കുമ്പോ എന്താണ്, ഒരു തൊട്ടാവാടി ചെടി കിടക്കുന്നുണ്ട്. കുട്ടിയുടെ പരിഭ്രമത്തിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു, കുട്ടി ആ തൊട്ടാവാടി ചെടിയുടെ അടിയിൽ ഒക്കെയും കാലും കയ്യൊക്കെ ഇങ്ങനെ ആകെ വെതറി കാലിലെല്ലാം ചുറ്റിപ്പിടിച്ചു. ഓടിയ സമയത്ത് ഇത് ചുറ്റിപ്പിടിച്ചിട്ട് കോറി, അങ്ങനെയാണ് ചോര വന്നത്. പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കുട്ടിക്ക് ആശ്വാസമായി. നോക്കൂ, ഇവിടെ സർപ്പമുണ്ടോ, പാമ്പുണ്ടോ? ഇല്ല, അത് അസത്താണ്, വന്നു ചേർന്നതാണ്, സങ്കല്പങ്ങളിൽ നിന്ന് വന്നതാണ്. എന്താ ഉള്ളത് അവിടെ? കയർ. സത്ത് ഉള്ളത് സത്ത് എന്താണ്? കയറാണ്. പക്ഷെ കയറിലെ പാമ്പിനെ നമ്മൾ ആരോപിച്ചു, ഉണ്ടാക്കിയെടുത്തു, സങ്കല്പിച്ചു. അതുപോലെ തന്നെ ഇരുട്ടില് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ഭൂതരിക്കണു നമ്മുടെ വീടിന്റെ മുന്നിൽ, കുട്ടികളെ പിടിച്ചുകൊണ്ടാണ്. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് കോക്കാച്ചി, ഭൂതം, പ്രേതം എന്നൊക്കെ പറയും നമ്മള്. അതാ പിള്ളേർ പിടുത്തക്കാര് സഞ്ചിയുമായിട്ട് ചാക്കായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കുട്ടിക്ക് ഭയമായി. കുട്ടി അവിടെ കരയണു. കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സുഖമോ ശാന്തിയോ സമാധാനമോ ലഭിക്കുന്നില്ല. അവസാനം അച്ഛൻ കൊണ്ടുപോയി എവിടെയാ കാണിച്ചു തരാൻ പറഞ്ഞു. നോക്കുമ്പോ എന്താണ്, നാഴികക്കല്ലുണ്ടല്ലോ, ഇപ്പൊ തൃശ്ശൂർ 60 കിലോമീറ്റർ, ഗുരുവായൂർ 12 കിലോമീറ്റർ, കൊല്ലം 18 കിലോമീറ്റർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 1 കിലോമീറ്റർ എന്നൊക്കെ എഴുതി വയ്ക്കുന്ന റോഡിന്റെ സൈഡിലുള്ള ആ നാഴികക്കല്ല്, മൈൽ സ്റ്റോൺ, അതിന്റെ മുകളിൽ ആരോ ഒരു പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരോ അത് വേറെ ആരോ ചാക്ക് 3-4 കൊണ്ടിട്ടിരിക്കുക. കുട്ടി തെറ്റിദ്ധരിച്ചു. ആ അന്ധകാരത്തില്, അജ്ഞതയില് പിള്ളേർ പിടുത്തക്കാരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചെന്ന് ടോർച്ചൊക്കെ അടിച്ച് വെളിച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോ അതേ ഒരു കല്ല് അതിന്റെ മുകളിൽ കിടക്കണു. അപ്പൊ ഇവിടെ ആ ഭൂതം, പ്രേതം അല്ലെങ്കിൽ ആ യാചകൻ, ഭിക്ഷക്കാരൻ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾ എന്താണ്? അസത്ത്, ഇല്ലാത്തത്, സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ളത്. സത്ത് എന്താണ്? അകല്ല്. ഇതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാവഹാരിക തലത്തിലുള്ള ജീവിതത്തില്, വ്യവഹാരം നടക്കുന്ന ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ താതാത്മ്യ ജീവിതത്തിലുമെല്ലാം അനേകം അസത്തുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നെ അല്ലെ,
1 പവൻ സ്വർണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിർമ്മിക്കാൻ സാധിക്കുക? പാദസരങ്ങൾ ഉണ്ടാക്കാം, അരഞ്ഞാൺ ഉണ്ടാക്കാം, മോതിരം, വളകള്, ചുട്ടി മാട്ടി, കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഉണ്മയായിട്ട് നിൽക്കുന്നത് എന്താണ്? സ്വർണം. സ്വർണത്തിന് യാതൊരു മാറ്റമില്ല. അത് അടിസ്ഥാനമായിട്ട് അവതാരമായിട്ട് നിലനിൽക്കുന്നു അതിന്റെ. എന്നാലോ നാമരൂപങ്ങളിൽ എന്ത് മാറി വരുന്നു? ആഭരണങ്ങളുടെ പേരുകൾ മാറി മാറി വരുന്നു, അല്ലെ? അത് വളയായിട്ടും മാലയായിട്ടും കമ്മലായിട്ടും ജിമിക്കി കമ്മലായിട്ടും മോതിരമായിട്ടും അല്ലെ മൂക്കുത്തിയായിട്ടും ഒക്കെയും ഇങ്ങനെ മാറി മാറി വരുന്നു. ഇതെല്ലാം എന്താണ്? അസത്ത്, നാമരൂപഭേദങ്ങളാണ്. എന്നാൽ പാരമാർത്ഥിക തലത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? അസ്വർണം മാത്രമേ ഉള്ളൂ. അതാണ് സത്ത്. അതുപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തില്, ജഗത്തില്, ഈ കാണുന്ന സർവചരാചരങ്ങളിലും ഉണ്മയായിട്ട് വസിക്കുന്ന ആ ഒരു ജീവൻ, ആ ഒരു ആത്മാവ് മാത്രമേ സത്തായിട്ടുള്ളൂ. അതല്ലാതെ മറ്റ് നിങ്ങൾ എന്ത് തന്നെ എടുത്താലും, അല്ലെ, നേതി നേതി, അല്ല അല്ല അല്ല, നോ 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 നോ, എല്ലാം തന്നെ എന്താണ്? അസത്താണെന്ന് മനസ്സിലാക്കുക. അതാണ് അപ്പൊ ഇവിടെ ഭഗവാൻ പറയണു, അവിനാശിതു തദ്വിദ്ധി. എന്നാലാകട്ടെ അർജുന, അവിനാശിയായിട്ടുള്ള, ഉണ്മയായിട്ടുള്ള, അനശ്വരമായിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞു തരാം. തത്, അതിനെ കുറിച്ച്. അത് എന്നൊക്കെ പറഞ്ഞ, തത് എന്ന് പറഞ്ഞാൽ അത്. പക്ഷെ വേദാന്തത്തിലെ ഉപനിഷത്തുകളിൽ എന്താണ് അതിനെ കുറിച്ച് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ആ ആത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, ഭഗവാനെ കുറിച്ച്, അങ്ങനെയാണ്. തത് അതിനെ കുറിച്ച്, ഇത് ഈ ശരീരത്തെ കുറിച്ച്, അങ്ങനെയൊക്കെയാണ്. അവിടെ തത്, ഇത്, തത്, അത്, ഇത് എന്നൊക്കെ പറയണം. ഇതം, തത്, അങ്ങനെയൊക്കെ പറയുള്ളൂ. അത് ബുദ്ധിമാന്മാരായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇത്? ശരീരത്തെ കുറിച്ചും ആത്മാവിനെ കുറിച്ചുമാണ്. തത് വിദ്ധി, അതിനെ കുറിച്ച് നല്ലപോലെ നീ മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ. കാരണം നിജ്ഞാനിയാവാനായിട്ട്, പണ്ഡിതനായിട്ട് ആവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. നീ വലിയ വലിയ പ്രഭാഷണമൊക്കെ ചെയ്തുല്ലോ 1-ാം അധ്യായത്തില്. അപ്പൊ നീ അറിയണം ഇത്. കാരണം എന്താണ്? പണ്ഡിതന്മാരുടെ ലക്ഷണമാണ് പ്രജ്ഞ, അവബോധം. അതിനെക്കുറിച്ച് നീ പറഞ്ഞു മനസ്സിലാക്കൂ. അവിനാശി, അത് അവിനാശിയാണ്, വിനാശമില്ലാത്തതാണ്, നാശമില്ലാത്തതാണ്. ഏത്? ആത്മാവ്, അല്ലെ? ഈ സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, പറയുന്നില്ല, തതെന്ന് പറയുന്നുള്ളൂ. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവുണ്ടല്ലോ അർജുന, അത് അവിനാശിയാണ്, അതിന് നാശമില്ലാത്തതാണ്. ഏന സർവമിതം തതം, എന്നാലോ ഏന, യാതൊന്നിനാൽ, സർവമിതം തത്, ഇത് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട്? ഈ സാധനം ഉണ്ട്. അവിനാശിയായിട്ടുള്ള അത്, ആത്മാവ്, യാതൊന്നിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, എവിടെ പോയാലും ഉണ്ട്. പിതൃലോകത്തിലും ജനലോകത്തിലും ബ്രഹ്മലോകത്തിലും ആകാശത്തിലും ഭൂമിയുടെ അടിയിലും വെള്ളത്തിന്റെ അടിയിലും കടലിന്റെ അടിയിലും, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു പോയാലും, എവിടെ പോയാലും എന്തിനെ കിട്ടും നിങ്ങൾക്ക്? ഈ ഒരു സാധനത്തിനെ കിട്ടും, ആത്മാവിനെ കിട്ടും. കാരണം ഇത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സൂര്യലോകത്തിലും ചന്ദ്രലോകത്തിലും നെപ്റ്റ്യൂണിലും പ്ലൂട്ടോയിലും ഉപഗ്രഹങ്ങളിലും എവിടെയും. അതിന്റെ അർത്ഥം എന്താണ്? സകല സ്ഥലങ്ങളിലും ആത്മാക്കളുണ്ട്, ജീവനുണ്ട്. ശാസ്ത്രജ്ഞന്മാര് പറയുന്നു, ജീവനില്ലാത്ത ഗ്രഹം കണ്ടെത്തി, കുള്ളൻ ഗ്രഹം കണ്ടെത്തി, അവിടെ ജീവനുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഭഗവാൻ പറയുന്നു, വെറുതെ തോന്നാം, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപകരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏന സർവമിതം തതം, എല്ലാ സ്ഥലത്തുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സിലായോ? കണ്ടുപിടിക്കും, പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുപിടിക്കും. അപ്പൊ ഇപ്പോഴെ തന്നെ ഭഗവാൻ പറയാ, ഉണ്ട്, അവിടെ ഉണ്ട്, ജീവനെല്ലാം ഉണ്ട്, ചന്ദ്രലോകത്തിലുമുണ്ട്, സൂര്യലോകത്തിലുമുണ്ട്. പക്ഷെ നമ്മുടെ പോലുള്ള ശരീരമല്ല, പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ശരീരമല്ല. അവിടുത്തെ അവസ്ഥയ്ക്കനുസരിച്ച്, അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ എന്ത് വസ്തു കൊണ്ടാണ് ആ ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൃഹം ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ശരീരമായിരിക്കും അവിടുത്തെ ജീവജാലങ്ങൾക്ക്. വിനാശം, അവ്യയ അസ്യഹ, അതിന് വിനാശം, വിശേഷേണ നാശം, കുറച്ചു നേരത്തേക്കല്ല, ശാശ്വതമായിട്ടുള്ള നാശം വരുത്തുവാൻ, അസ്യ, അവന്, അവ്യയ, വ്യയം സംഭവിക്കാത്തത് കൊണ്ട്, നാശം സംഭവിക്കാത്തത് കൊണ്ട്, ക്ഷീണം സംഭവിക്കാത്തത് കൊണ്ട്, നാ കശ്ചിത് കർത്തും അർഹതി, അതിനെ കശ്ചിത്, ഒരാൾക്കും തന്നെ, എപ്പോഴും തന്നെ, ഒരിക്കലും തന്നെ, നാ അർഹതി, അതിനെ നാശമുണ്ടാക്കാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട്
ആർക്കും തന്നെ സാധിക്കില്ല. ന കർത്തും ന അർഹതി. അതുകൊണ്ട് അർജുന, നീ എന്താ വിചാരിച്ചിരിക്കണേ? ഞാൻ അസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോ അത് ദേഹത്തിൽ കൊള്ളുമ്പോ അവരും മരിക്കും, അവരുടെ ജീവൻ മരിക്കും, ജീവൻ ആകെ അപകടത്തിലാവും, അല്ലെ? അങ്ങനെയൊക്കെ നീ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ ജീവനെയോ പ്രാണനെയോ ആത്മാവിനെയോ ഒന്നും ചെയ്യാൻ താങ്കൾക്ക് സാധ്യമല്ല. ആർക്കും തന്നെ. വേണമെങ്കിൽ എനിക്കും തന്നെ, ഭഗവാനും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ന കശ്ചിത് കർത്തും അർഹസി എന്നാ പറഞ്ഞേക്കണേ. ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അപ്പൊ ഭഗവാനും അതിൽ പെടില്ലേ? വേണമെങ്കിൽ വിചാരിച്ചോളൂ. പക്ഷെ ഭഗവാൻ വേറൊരു തലത്തിലാണ്. എന്നിരുന്നാലും ഭഗവാൻ പറയാണ്, അതിന്റെ ഒരു പ്രായോഗികത, അതിന് കുറച്ച് ആക്കം കൂട്ടാനായിട്ട് പറയാണ്, ആർക്കും, എനിക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. സർഗാദിയില് എത്ര ആത്മാക്കൾ ഉണ്ടായിരുന്നുവോ അത്രയും തന്നെ ഇപ്പോഴും ഉണ്ട്. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാലും അത് ഉണ്ടായിരിക്കും. അല്ല പ്രഭു, ഇതിന്റെ വലിപ്പം എത്രയാണ്? അപ്പൊ ഭഗവാൻ പറയാ, ബാലാഗ്രശതഭാഗസ്യ. നിങ്ങളുടെ തലമുടി നാരിന്റെ ഒരു തലമുടി നാര് എടുത്തിട്ട് അതിന്റെ ഏറ്റവും ചെറിയ അഗ്രം മുറിക്കുക. തലമുടി നാരിന്റെ അഗ്രത്തെ മുറിച്ചു വെക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? ശതഭാഗസ്യ, ആ അഗ്രത്തിനെ 100 കഷ്ണങ്ങളാക്കുക. കഷ്ണങ്ങളാക്കി. അപ്പൊ പറയാണ്, ശതദാ കൽപ്പിതസ്യജ, അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് വീണ്ടും 100 കഷ്ണാക്കാൻ. അപ്പൊ അത് ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞോടെ 10,000 കഷ്ണം എന്ന് ഇല്ല. വേദാന്തം അങ്ങനെ പറയില്ല. വേദാന്തം എളുപ്പത്തിലാ പറയുള്ളൂ, കുട്ടികളെ പഠിപ്പിക്കണ പോലെ, അല്ലെ? അങ്ങനെ ഒരു ആപ്പിൾ എടുക്കൂ, അതിനെ 2ആയിട്ട് മുറിക്കൂ, വീണ്ടും ആ 2 കഷ്ണം തന്നെ 4ആയിട്ട് മുറിക്കൂ, ആ 4 കഷ്ണത്തിനെ വീണ്ടും മുറിക്കൂ, അങ്ങനെ പറയുള്ളൂ, അല്ല? അപ്പൊ എളുപ്പമാണ് നമുക്ക് മുറിക്കാൻ. അല്ലെങ്കിൽ ഒരു ആപ്പിളിനെ 16 കഷ്ണാക്കാൻ പറഞ്ഞാൽ അളവ് തെറ്റിപ്പോവും നമുക്ക്. ചിലപ്പോ അതിന്റെ വലുപ്പം ചിലപ്പോ തെറ്റിപ്പോവും. അപ്പൊ അവിടെ പറയാണ്, കേശാഗ്രശതഭാഗസ്യ, ആ തലമുടി നാരിന്റെ അഗ്രം എടുത്ത്, തലമുടിയല്ലാട്ടാ, തലമുടി നാരിന്റെ അഗ്രത്തെ എടുത്ത് 100 കഷ്ണങ്ങളാക്കുക. അതിലൊരു കഷ്ണം എടുത്തിട്ട് വീണ്ടും 100 ആക്കുക. എന്ന് വെച്ചാൽ തലമുടി നാരിന്റെ അഗ്രത്തെ എടുത്തുകൊണ്ട് 10,000 കഷ്ണങ്ങളാക്കുക. അതിലൊരു കഷ്ണത്തിന്റെ വലിപ്പം എത്രയാണോ അതാണ് നമ്മുടെ ആത്മാവിന്റെ വലിപ്പം. എത്ര ചെറുതായിരിക്കും, അല്ലെ? അണൂരണീയാൻ, അണുവിനേക്കാളും ചെറുതാണ്. സൂക്ഷ്മ നേത്രങ്ങളെ കൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല. ഉപകരണങ്ങളെ കൊണ്ട്, അല്ലെ? മൈക്രോസ്കോപ്പ് കൊണ്ടോ വേറെ ബൈനോക്കുലർ കൊണ്ടോ ഒന്നും കൊണ്ടും കാണാൻ സാധിക്കില്ല. കേശാഗ്രശതഭാഗസ്യ ശതാംശയ സാധ്യശാത്മകഃ ജീവസൂക്ഷ്മ സ്വരൂപോയം സംഘാതീതോഹി ചിത്കണഃ. അല്ലെ? വേദാന്തത്തിലെ ഉപനിഷത്തുകൾ പറയാ, ഇതുപോലെയുള്ള ചിത്കണങ്ങള്, അല്ലെ? ഈ തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം വരുന്ന അനേകം കണങ്ങളുണ്ട്. അവയാണ് ജീവാത്മാക്കള്, ജീവസത്തകൾ എന്ന് പറയുന്നത്. ഇത് സംഖ്യയിൽ വളരെ അധികമാണ്. 84 ലക്ഷം ജീവയോനികളില് ഓരോ ജീവയോനികളിലും 100ഉം 10,000ഉം ലക്ഷവും കോടിയുണ്ട്. എത്രയാണെന്ന് അറിയില്ല. ജീവി വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് 84 ലക്ഷം എന്ന് പറയാം. 84 ലക്ഷം യോനി വിഭാഗങ്ങളുണ്ട്. ജലത്തില്, അന്തരീക്ഷത്തില്, പ്രകൃതിയില്, ഭൂമിയില്, അങ്ങനെയൊക്കെ വൃക്ഷലതാദികള്, അതൊക്കെ ആയിട്ട്. പക്ഷെ ഇവ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതെല്ലാം അവിനാശിയാണ് അർജുന, അവ്യയമാണ്, നാശരഹിതമാണ്. അല്ല പ്രഭു, ഇതൊക്കെ ഒരു പദം തന്നെയല്ലേ? അവിനാശി, വിനാശി, അവ്യയൻ, അല്ലെ? ഇതൊക്കെ ഒരു പദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷെ ഇവിടെ ശിഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ ചിലപ്പോ ഒരു വസ്തുവിനെ തന്നെ പല പദപ്രയോഗങ്ങളെല്ലാം നടത്തും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ. അപ്പൊ അതിന് പുനരുക്തി ദോഷമൊന്നും പറയാൻ പറ്റില്ല. ആവർത്തിച്ച് തന്നെ ആവർത്തിക്കുകയാണല്ലോ. ഒരു വസ്തുവിനെ തന്നെ എന്തിനാ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പല ഭാഷയിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാങ്കേതികത്വം ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്തിനാ ഭഗവാൻ എങ്ങനെയെല്ലാം പദങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ അജീവാത്മാവിന്റെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് സംശയമായി, അല്ല പ്രഭു, മനുഷ്യരുടെ ജീവാത്മാവിന്റെ വലിപ്പം മനസ്സിലായി, ഉറുമ്പിന്റെ ജീവാത്മാവിന്റെ വലിപ്പം എത്രയാ? ആനയുടെ ആത്മാവിന്റെ വലിപ്പം എത്രയാ? അതുപോലെ തന്നെ നമ്മുടെ തിമീങ്കലത്തിന്റെ വലിപ്പം എത്രയാ? അതുപോലെ തന്നെ ദിനോസർ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആത്മാവിന്റെ വലിപ്പം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ. എന്തിന്? ബ്രഹ്മാവിന്റെ മുതല് ഏകകോശ ജീവിയായിട്ടുള്ള നമ്മുടെ അമീബ അല്ലെങ്കിൽ കൊറോണ വൈറസ്, ബാക്ടീരിയ, എല്ലാത്തിൻ്റെയും ആത്മാവിന് ഒരേ വലിപ്പമേ ഉള്ളൂ. ഏതാണ്? ഈ തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ൽ ഒരു അംശം. അപ്പൊ പരമാത്മാവിന്റെയോ അത് വ്യത്യാസമുണ്ട്.
അത് ശ്രീമദ് ഭാഗവതം അനുസരിച്ച് അത് കടുകുമണിയുടെ വലുപ്പം മുതല് തള്ളവിരലിന്റെ വലതു കൈയിന്റെ തള്ളവിരലിന്റെ വലുപ്പം മുതല് ചിലപ്പോ ഒരു പൊതിച്ച നാളികേരത്തിന്റെ വലുപ്പം വരെ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലാണ് പറയുന്നത്. പരമാത്മാവ് ഓരോ ജീവിയുടെയും ഭഗവാന്റെ പൂർണ്ണാംശമായിട്ട് നമ്മുടെ ജീവാത്മാക്കളെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും നിർദ്ദേശങ്ങൾ തരാനും അതുപോലെ തന്നെ ഒരു സാക്ഷിയായിട്ട് നിലകൊണ്ട് ഇരിക്കുമ്പോൾ അതാത് ജീവന്റെ വലുപ്പത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ജീവാത്മാവ് അങ്ങനെയല്ല. ജീവാത്മാവ് അണുമാത്രമായിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള തലമുടി 4/10,000 ഒരു അംശമാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് അതിന്റെ പ്രത്യേകതകൾ. ഇനി വേറെ ഉണ്ടോ? അർജുനൻ ചോദിച്ചു. പിന്നെ പ്രത്യേകതകളൊക്കെ എടുക്കണല്ലോ, ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. വിവർത്തനം. അല്ലയോ അർജുന, ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമാണ്. അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം, 100 കൊല്ലങ്ങൾക്ക് ശേഷവുമാകാം. സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. എന്നേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ. പക്ഷേ ജീവാത്മാവിന് ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല, അണുത്വം കൊണ്ട് കാണാൻ തന്നെ കാണുകയുമില്ല. പറയാണ് അന്തവന്ത ഇമേ ദേഹ. നേരത്തെ തു എന്നാലാകട്ടെ അല്ലെ, ഒരു സാദൃശ്യ പഠനം വേണം, അപഗ്രഥനാത്മകമായിട്ടുള്ള ഒരു പഠനം എന്ന് പറയും അല്ലെ. പട്ടിക തിരിച്ച് അല്ലെ പറയും, നിങ്ങൾ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും സവിശേഷതകൾ എഴുതുക, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗത്തിന്റെയും കാട്ടിലുള്ള മൃഗത്തിന്റെയും സവിശേഷതകൾ എഴുതുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പട്ടിക തിരിച്ചിട്ട് 1, 2, 3 എഴുതും. അതുപോലെ ഇവിടെ ശരീരത്തിനെ കുറിച്ചിട്ടും ആത്മാവിനെ കുറിച്ചിട്ടുമുള്ള ഒരു പഠനമാണ് ഇവിടെ നടത്തുന്നത്. അതിനെയാണ് സാഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത്? സാഖ്യായോഗം. ഭഗവാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സാഖ്യായോഗം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് വേദാന്തികൾ സാഖ്യായോഗം എന്ന് പറയുന്നത്. കാരണം കൂടുതലും ഇവിടെ ശരീരത്തിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചുമുള്ള വിശകലനമായിട്ടുള്ള പഠനമാണ്. അതിനെയാണ് സാഖ്യായോഗം എന്ന് പറയുന്നത്. അന്തവന്ത ഇമേ ദേഹ. ദേഹ, നമ്മുടെ ദേഹമുണ്ടല്ലോ, പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം അല്ലെ, എല്ലാത്തിനെയും കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. എവിടെ വെച്ച്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് കടമെടുത്തിരിക്കുക. ഭൂമിയിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, വായുവിൽ നിന്ന്, ആകാശത്തിൽ നിന്ന്, ജലത്തിൽ നിന്നെല്ലാം ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെയും വിദേശ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന പോലെ കടമെടുത്തിട്ടാണ് നമ്മുടെ ശരീരമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പലിശ സഹിതം കൊടുക്കേണ്ടി വരും, അവസാന സമയത്ത് ഉപേക്ഷിച്ച് ഇവിടെ പോകേണ്ടി വരും. അതുകൊണ്ട് ഇത് എന്താണ്? ശാശ്വതമല്ല, അവ്യയമല്ല. കാരണം എന്താണ്? കടമെടുത്തതാണ് അല്ലെ, വാടക വീടാണത്. അത് തിരിച്ചു കൊടുക്കണം നാളെ പോകുമ്പോ. ലോൺ എടുത്തിട്ടാണ് അവിടെ വീട് പണിതേക്കണം. അപ്പൊ അതുകൊണ്ട് മനസ്സിനൊരു ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടല്ല, എപ്പോഴാ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യാന്നറിയില്ല. അതുപോലെ ഇവിടെ അന്തവന്ത, അവസാനത്തോടൊത്തതാണ്, നാശത്തോടൊത്തതാണ്. ഇതിന് ആദിയുമുണ്ട് അവസാനവുമുണ്ട്. ഉണ്ടായതെല്ലാം നശിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇമേ ദേഹ, ഇവന്റെ ദേഹങ്ങള്, ആരുടെ? ഈ ആത്മാവിന്റെ ദേഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ദഹ്യതേ ഇതി ദേഹ, ദഹിക്കുന്നതാണ് ദേഹങ്ങള്. ദേഹം എന്താണ്? ദഹിക്കുന്നത്. ആത്മാവ് എന്താണ്? ദഹിക്കാത്തത്. ഈ ദഹിക്കുന്ന വസ്തുക്കള് ദേഹം എന്ന് പറയുന്നു അല്ലെ. അവസാനം എന്താ ചെയ്യാ? നമ്മൾ മരിക്കുമ്പോ ദഹിപ്പിക്കും. അയ്യോ, അവിടെ ശരീരം അവിടെ കൊണ്ടുവച്ചു ദഹിപ്പിച്ചു, 1 മാസം കഴിഞ്ഞിട്ടും ദഹിച്ചു കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഒരു പിടി ഭസ്മമായിട്ട് ഒരു ചെറിയ കുടത്തിലേക്ക് പോലും ഉണ്ടാവില്ല. എല്ലാ എല്ലും അല്ലെ, നമ്മുടെ മജ്ജയും മാംസവും സകല ഇന്ദ്രിയങ്ങളും ശരീരവും എല്ലാം ഈ 80, 90, 100 കിലോ ഉള്ളതൊക്കെയും ഒരു ചെറിയ കുടത്തിലേക്ക് ഉണ്ടാവുള്ളൂ, ഒരു പിടി ഭസ്മമായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ദേഹ, ദഹിക്കുന്നത്. ദഹ്യതേ ഇതി ദേഹ. ഈ ദേഹമുണ്ടല്ലോ, പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ദേഹമുണ്ടല്ലോ, അത് അന്തവന്തഹ, അവസാനത്തോടൊത്തതാണ്. അതിന് അവസാനമുണ്ട്. പക്ഷെ മറ്റവന്, ആർക്ക്? അവന്, ആത്മാവിന്
അന്തമില്ല. അവന് ജനനവുമില്ല, മരണവുമില്ല. അവന് ആദിയുമില്ല, മധ്യവുമില്ല, അന്തവുമില്ല. അവൻ എപ്പോഴും സ്വരൂപത്തോടു കൂടി നടക്കുന്നു. നിത്യസ്യ, അവൻ നിത്യനാണ്. ഉക്താഹ, പറയപ്പെട്ടിട്ടുണ്ട്, എന്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. മഹർഷിമാര്, ക്രാന്തദർശികളായിട്ടുള്ള കവികൾ പറഞ്ഞു പാടി നടക്കുന്നുണ്ട്. മുനിമാരും യോഗിമാരും പറയുന്നുണ്ട്. ശരീരിണഹ, ശരീരിയുടെ അല്ലെ, ശരീരത്തിന്റെ ഉടമസ്ഥൻ, ശരീരത്തിലിരിക്കുന്നവൻ. എന്താണ് ശരീരം? ശീര്യതേ, അഴുകുന്നത്, ജീർണിക്കുന്നത്, മരിച്ചു പോകുന്നത്, ഇല്ലാതായിത്തീരുന്നത്. അതാണ് ശരീരം. ശീര്യതേ, ശീര്യം സംഭവിക്കുന്നത്. ഇന്ന് കണ്ടതല്ല നാളെ, നാളെ കണ്ടതല്ല മറ്റൊന്ന, മാറ്റം വരുന്നത്, ദഹിക്കുന്നത്, അഴുകുന്നത്, അവ്യയം സംഭവിക്കുന്നത്. അതാണ് ശരീരം. ആ ശരീരത്തിലിരിക്കുന്നവനാണ് ആര്? ശരീരി. ദേഹം ജീർണിക്കുന്നത്, ദഹിക്കുന്നത്, ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്നതാണ് ദേഹി. എന്തായ സാധനം? ആത്മാവ്, ജീവൻ. അത് തന്നെ പല പല ഭാഷകളില് പല പല അർത്ഥങ്ങളില് പറയുന്നു. ഇവിടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനാണ്. നീ കാണുന്നത് ശരീരമാണ്. ആ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനുണ്ട്. ആരാണ്? ശരീരി, ആത്മാവ്. അത് നിത്യഹ, നിത്യനാണ്, എപ്പോഴും ഉള്ളതാണ്. അർജുന, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ അസ്ത്രങ്ങളെ കൊണ്ട്, നിന്റെ അമ്പുകളെ കൊണ്ട്, നിന്റെ ആയുധങ്ങളെ കൊണ്ട് ആ ശരീരത്തിന് വേണമെങ്കിലും മുറിവേൽപ്പിക്കാം, അതിനെ ഇല്ലാതാക്കി തീരാം. കാരണം എന്താണ്? അത് ശീര്യം സംഭവിക്കുന്നതാണ്, അത് ദഹനം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ ഇല്ലാതാക്കാം. പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുന്ന ദേഹിയുണ്ടല്ലോ, ശരീരിയുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ, ആ ഒരു ചേതനയെ, അവബോധത്തെ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? അത് നിത്യനാണ്, അനാശിയാണ്, വിനാശിയാണ്, അവ്യയനാണ്. അനാശിനോ, അത് അനാശിയാണ്, നാശമില്ലാത്തവനാണ്. അവിനാശിയാണ്. നോക്കൂ, എത്ര പദങ്ങളാണ് ഇവിടെ ആത്മാവിനെ അഭിസംബോധന ചെയ്യുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിലും 3 പദങ്ങള്, ഈ ശ്ലോകത്തിലും 3 പദങ്ങള്. അനാശിനോ, അത് അനാശിയാണ്. അപ്രമേയസ്യ, പ്രമേയങ്ങൾ കൊണ്ടൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. എന്താണ് പ്രമേയം? അല്ലെ, പ്രമേയം പാസ്സാക്കുന്ന തിരക്കില ഇപ്പൊ എല്ലാ മന്ത്രിസഭകളും. പ്രമ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തെയാണ് പ്രമ എന്ന് പറയുന്നത്. പ്രമ എന്ന് പറഞ്ഞ എന്താണ്? ഒരു വസ്തുവിനെ കുറിച്ചുള്ള പരിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജ്ഞാനം, അറിവ്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവിനെയാണ് എന്ത് പറയുന്നത്? പ്രമ എന്ന് പറയുന്നത്. ഈ പ്രമ എവിടുന്നാ കിട്ടുന്നത്? പ്രമാണത്തിൽ നിന്ന്. ആ വസ്തുവിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വാക്കുകളിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന്, വാചകങ്ങളിൽ നിന്ന്, മന്ത്രങ്ങളിൽ നിന്ന്, ഗുരുമുഖത്ത് നിന്ന്. അതാണ് പ്രമാണം. അല്ലെ, നിങ്ങളുടെ വാഹനത്തിന്റെ പ്രമാണം RC ബുക്ക്, നിങ്ങളുടെ വീടിന്റെ പ്രമാണം അല്ലെ ആധാരം, നമ്മുടെ പ്രമാണം ആധാർ കാർഡ്. അല്ലെ, നീ ആരാ, നീ എവിടുത്തെയാ, എന്താ പ്രമാണം കാണിച്ചു തരാൻ പറഞ്ഞ ആധാർ കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ID കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ പ്രമാണം. അങ്ങനെ എല്ലാത്തിനും ഒരു പ്രമാണമുണ്ട്. അതായത് പ്രമയെ വിഷയീകരിക്കുന്നത്, പ്രമയെ നല്ല പോലെ മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് ആ യഥാർത്ഥ ജ്ഞാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? പ്രമാണം വേണം. പ്രമാണം എവിടുന്ന് കിട്ടാ? തസ്മാ ശാസ്ത്രം പ്രമാണം തേ, ശാസ്ത്രങ്ങളിൽ നിന്ന്, ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ നിന്ന്. നാട്ടുകാരിൽ നിന്നാണോ? രാഷ്ട്രീയക്കാരിൽ നിന്നാണോ? കലാസാംസ്കാരിക നായകന്മാരിൽ നിന്നാണോ? അല്ല, ഇവരിൽ നിന്നൊന്നല്ല കിട്ടാ. ആരിൽ നിന്നാ കിട്ടാ നിങ്ങൾക്ക്? തസ്മാ ശാസ്ത്രം പ്രമാണം തേ, ഭഗവാനിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പര വഴി വരുന്ന മഹർഷിമാരിൽ നിന്ന്, മുനിമാരിൽ നിന്ന്, അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്, വേദങ്ങളിൽ നിന്ന്, ഉപനിഷത്തുക്കളിൽ നിന്ന്, ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന്, ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്ന്, ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? നിങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു? പ്രമാണം എന്ന് പറയുന്നു. ഈ പ്രമാണത്തെ വിഷയീകരിക്കുന്നതാണ് എന്ത്? പ്രമേയം. ഈ പ്രമാണത്തെ അല്ലെ, ഈ പ്രമാണം എന്തെന്ന് വിശദീകരിക്കുന്ന ചർച്ച, അതിനെയാണെന്ന് പറയുന്നത് പ്രമേയം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയണ അപ്രമേയസ്യ, അപ്രമാണങ്ങൾ കൊണ്ടോ ആ പ്രമാണങ്ങളിൽ മേലുള്ള ചർച്ചകൾ കൊണ്ടൊന്നും ഈ ആത്മാവിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. അല്ല പിന്നെ എങ്ങനെ ഞങ്ങൾ അറിയാം? ഭഗവാൻ പറയാ ഇതിന് കാണാൻ പറ്റില്ല,
അല്ലെ? നചികേതസ് ചെന്നപ്പോ നൈവ മനസാ പ്രോക്തും ചക്ഷുഷാ ന ചക്ഷുഷാ. അല്ലയോ ഉണ്ണി, ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിനക്ക്, നീ ചെറിയ കുട്ടിയാ. ഇത് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് ന ശ്രോത്രും ന ചക്ഷുഷാ ന മനസാ പ്രാപ്തും. ഇത് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ചെവി കൊണ്ടോ സ്പർശനം കൊണ്ടോ നക്കി നോക്കിയിട്ടോ മണത്തിട്ടോ ഈ ആത്മാവിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ എവിടെ നിന്ന് അറിയാൻ പറ്റാ? നമ്മുടെ അജ്ഞാനം ദൂരീകരിക്കുമ്പോൾ. ജ്ഞാനത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന്, അല്ലെ? നമ്മൾ പറയാം അറിവ് കിട്ടി, കുറെ അറിവ് കിട്ടി എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം. അതായത് സൂര്യൻ കാലത്ത് ഉദിച്ചോ എന്ന് നോക്കിയേ എന്ന് ചോദിക്കുന്ന പോലെ, സൂര്യൻ ഉദിക്കുന്നോ അസ്തമിക്കുന്നോ ഉണ്ടോ? ഇല്ല. അത് നമ്മുടെ സാധാരണ വ്യാവഹാരിക തലത്തിലുള്ള ഭാഷയത്. കാലത്ത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷെ ശാസ്ത്രം അറിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയാം, ബുദ്ധിമാനായിട്ടുള്ള ഒരാൾക്ക് അറിയാം, സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ സങ്കല്പമാണ്, അല്ലെങ്കിൽ അത് ഒരു നാട്ടറിവാണ്, അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണെന്ന്. അതുപോലെ എനിക്ക് അറിവ് കിട്ടി, എനിക്ക് ജ്ഞാനം കിട്ടി എന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങളുടെ അജ്ഞാനം മാറിയിരിക്കുന്നു, അജ്ഞാനത്തെ ദൂരീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പുകയെ മാറ്റിയിട്ട് അഗ്നിയെ ആളിക്കത്തിച്ചിരിക്കുന്നു, ആ മഞ്ഞുപടലത്തെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ്. അല്ലാതെ നിങ്ങൾക്ക് അറിവ് ഒരിക്കലും പുതിയതായിട്ട് ലഭിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ വരുമ്പോ തന്നെ ഫുൾ ചാർജായിട്ട് വന്നിരിക്കുന്നത്. സത്ത് ചിത്ത് ആനന്ദൻ. നിങ്ങൾ ശാശ്വതനാണ്, നിങ്ങൾ അറിവിന്റെ നിറക്കുടമാണ്, നിങ്ങൾ ആനന്ദ സ്വരൂപനാണ്. ഫുള്ള് 100% വന്നിരിക്കുന്നത്. പിന്നെ എവിടെയാ അവിടെ സ്ഥലം? അല്ലെ? ഒരു ചെറിയൊരു പെൻ ഡ്രൈവില് അല്ലെ, അതില് 100 GB എത്രയാണെന്ന് വെച്ചാൽ അത് ഫുള്ള് അതിൽ നിറച്ചു വന്നിരിക്കുക. ഇനി അതിൽ എന്തെങ്കിലും കയറ്റാൻ പറ്റും? ഇല്ല. നോ സ്പേസ് ഇൻ ഡിസ്ക് എഴുതി കാണിക്കും. മൊബൈല് ഫുള്ള് ഇതാക്കി വെച്ചിരിക്കുക, അതില് ഇല്ല, സ്പേസ് ഇല്ല. അതുപോലെ നമ്മുടെ ആ പ്രജ്ഞയില്, നമ്മുടെ പ്രമയില്, നമ്മുടെ പണ്ടയില്, നമ്മുടെ ആ ബുദ്ധിയില് ഭഗവാൻ സകല ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നിറച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുക. ഇനി അതിലൊരു തുണ്ട് സ്ഥലല്ലേ അതിൽ കയറ്റാനായിട്ട്? അതെന്താ ഞങ്ങൾക്ക് അറിയാത്തത്? അജ്ഞാനം വന്നിരിക്കുന്നു, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ അത് മൂടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ മാറ്റാം, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനാണ് ആധ്യാത്മിക ഗുരു, അതിനാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങള്, ഗ്രന്ഥങ്ങള്, അതിനാണ് സത്സംഗം. അല്ലാതെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇവിടെ കമ്പ്യൂട്ടറിന്റെ അടിയിലോ ഫോണിന്റെ അടിയിലോ മണിക്കൂറുകളോളം ചെലവാക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല. സത്സംഗത്തിൽ പോയിട്ട് സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് സേവകളെല്ലാം ചെയ്ത് അവരോട് സംശയങ്ങളെല്ലാം ചോദിച്ച് നിങ്ങളുടെ അജ്ഞാനം ദൂരീകരിക്കുമ്പോഴാണ് നിങ്ങൾ പരിശുദ്ധ ഭക്തനായിട്ട് മാറുന്നത്, നിങ്ങൾ ഒരു ജ്ഞാനിയായിട്ട് മാറുന്നത്. അല്ലാതെ ഇവിടെ AC മുറിയിൽ ഫാനും ഓൺ ചെയ്തിട്ട് സുഖമായിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തല്ല. സത്സംഗങ്ങൾക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുകുല വിദ്യാഭ്യാസം. അതും കഴിഞ്ഞിട്ട് പിന്നെയും അല്ലെ, വേദവ്യാസ മഹർഷിയെയും നാരദ മഹർഷിയെയും നോക്കൂ, എപ്പോഴും ഗുരു ശിഷ്യൻ. അങ്ങനെ അർജുനനെയും ദ്രോണാചാര്യരെയും നോക്കൂ, 100 കണക്കിന് ഉദാഹരണങ്ങൾ ഇതാണ്. ഉത്തങ്കൻ, ആരുണി അല്ലെ, ഇഷ്ടം പോലെയുണ്ട് ഇതിഹാസ പുരാണങ്ങളിൽ. ഇവിടെ പറയാണ് അപ്രമേയസ്യ അനാശിനഹ. ഈ പ്രമാണങ്ങളെ കൊണ്ടോ പ്രമേയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. അല്ല, അപ്പൊ പിന്നെ ഈ ഗ്രന്ഥങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ ദൂരീകരിക്കുക. അജ്ഞാനം ദൂരീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ജ്ഞാനം തെളിഞ്ഞു വരും. ജ്ഞാനം തെളിഞ്ഞു വരുമ്പോഴോ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെല്ലാം മാറും, ശുദ്ധമായിട്ടുള്ള സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാകും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും ആര് നമ്മുടെ സ്വരൂപം എന്താണ്, ഞാൻ ആരാണ്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. അതാതോ ബ്രഹ്മജിജ്ഞാസ. അങ്ങനെ നിങ്ങൾ ആ പരമപദത്തിലെത്തുവാനായിട്ട് പ്രയത്നിക്കും എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭഗവാൻ ഇങ്ങനെ പറയുന്നത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. അയ്യോ, ആ ആത്മാവിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റില്ലേ, അത് അനാശിയാണ്, അപ്രമേയനാണ്, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയും. നിങ്ങൾ അജ്ഞാനം ദൂരീകരിക്കുമ്പോൾ ജ്ഞാനം ഉയർന്നു വരും. അങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. തസ്മാത്, ഈ കാരണങ്ങളെ കൊണ്ട്. ഏത് കാരണങ്ങളെ കൊണ്ട്? ഈ ദേഹമാണ് നശിക്കുന്നത്, ശരീരമാണ് നശിക്കുന്നത്, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ദേഹി, ശരീരി, ആത്മാവ്,
അവൻ ശാശ്വതനാണ്, അനാശിയാണ്, അപ്രമേയനാണ്, അവൻ അവിനാശിയാണ്, അവൻ ശുദ്ധമുക്ത ആത്മാവാണ്, അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. തസ്മാത്, ഈ കാരണങ്ങളെ കൊണ്ട് ഭാരതത്തിൽ ജനിച്ചവനെ, ഭരതവംശത്തിൽ ജനിച്ചവനെ, യുദ്ധസ്യ, നീ യുദ്ധം ചെയ്തുകൊള്ളൂ എന്ന് പറയണ. ഇത് ആജ്ഞയല്ല, ഇതൊരു നിർദ്ദേശമല്ല, ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൂടരുത്. ആളുകൾ തെറ്റിദ്ധരിക്കും, യുദ്ധം ചെയ്യാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ആജ്ഞയല്ല, അനുജ്ഞയാണ്. അവന്റെ അധികാരം അവന് സമർപ്പിക്കുന്നതാണ്, അവനോട് ദയോട് കൂടിയിട്ട് പറയുന്നതാണ്. ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ കർത്തവ്യത്തെ ചെയ്യൂ, കർമ്മയോഗത്തെ ചെയ്യൂ. നീ ഇവിടെ പഠിക്കുവാനാണ് വന്നിരിക്കുന്നത്, നീ പഠിച്ചോളൂ. നീ പാത്രം കഴുകാനാണ് വന്നിരിക്കുന്നത്, പാത്രം കഴുകൂ. നീ മുറ്റമടിക്കാനാണ് വന്നത്, മുറ്റമടിക്കൂ. നീ ഓപ്പറേഷൻ ചെയ്യാനാണ്, സർജറി ചെയ്യാനാണ് വന്നിരിക്കുന്നത്, സർജറി ചെയ്യൂ. നീ വീട് പണിയാനാണ് വന്നിരിക്കുന്നത്, വീട് പണിയൂ. അല്ല, നീ കലം നിർമ്മിക്കാനാണ് വന്നത്, അത് ചെയ്യൂ. നീ പടം വരയ്ക്കാനാണ് വന്നത്, നീ അത് ചെയ്യാനാണ് വന്നത്. അവനവന്റെ ധർമ്മത്തെ ചെയ്യുക, ആചാര അനുഷ്ഠാനത്തോടു കൂടിയിട്ട്, അടുക്കും ചിട്ടയോടും കൂടിയിട്ട്. ഇതാണ്. അല്ലാതെ ഭഗവാൻ ഇവിടെ വല്ലവരുടെ കിട്ടുകയറാനല്ല പറയുന്നത്. യുദ്ധസ്വഭാരത, അല്ലെ, എല്ലാവർക്കും ഉള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ താൻ തിദീക്ഷസ്യ ഭാരത, ഒന്നാമത്തെ നിർദ്ദേശം. ഇവിടെ ഭഗവാൻ രണ്ടാമത്തെ നിർദ്ദേശം, യുദ്ധസ്യ ഭാരത, നീ നിന്റെ കർമ്മത്തെ ചെയ്യൂ, സ്വധർമ്മത്തെ ചെയ്യൂ. സ്വധർമ്മം നിധനം ശ്രേയ, സ്വധർമ്മം ആചരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ശ്രേയസിനെ പ്രാപിക്കാൻ സാധ്യമുള്ളൂ. വേറെ ഒരു ഉപായവുമില്ല. മനുഷ്യന്റെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കുള്ളൂ. വേറെ സൂത്ര വഴി കൂടെ ഒന്നും പോകാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് സ്വധർമ്മത്തെ ആചരിക്കൂ, സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. അർജുന, നീ യുദ്ധം ചെയ്യൂ. വീരശൂര പരാക്രമിയാണ്, ക്ഷത്രിയനാണ്, നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ അതാ പടച്ചട്ടയും ആയുധങ്ങളും എല്ലാം കയ്യിലേന്തി വന്നിരിക്കുന്നു, ഞാണ് കെട്ടിയിരിക്കുന്നു. അസ്മിൻ രണസമുദ്യമേ, ഈ ധർമ്മയുദ്ധത്തിൽ ഞാൻ ആരോടാണ് എതിരിടേണ്ടത് ഗോവിന്ദ എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ കക്ഷിക്ക്. അതുകൊണ്ട് നീ അത് ധർമ്മയുദ്ധമാണ്, സമുദ്യമം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ധർമ്മയുദ്ധമാണ്, അവകാശത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവരുടെ സ്വത്തും സമ്പത്തൊന്നും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളുടെ തരാണ്ടായപ്പോ ഞങ്ങൾ ചെന്നതാണ്. ആരാണ് അവിടെ ശംഖ് മുഴക്കിയത്? ഭീഷ്മപിതാമഹൻ. കുരുവൃദ്ധ പിതാമഹ തസ്യ സഞ്ജനയൻ ഹർഷം. നിങ്ങളല്ലല്ലോ ശംഖ് വിളിച്ചത്, നിങ്ങളാണോ ആദ്യം യുദ്ധം ചെയ്തത്? ആരാണോ ആഹ്വാനം ചെയ്തത്, വെല്ലുവിളിച്ചത് ആരാണ്? അവര്, ഭീഷ്മപിതാമഹൻ, കൗരവരുടെ നേതാവ്. കൗരവ വംശത്തിന്റെ, കുരുവംശത്തിന്റെ അവസാനം വരെ ഞാൻ സംരക്ഷിക്കുമെന്ന് അമ്മയായിട്ടുള്ള സത്യവതിക്ക് സത്യം ചെയ്തിട്ടുള്ള മഹാത്മാവ്. അവസാനം അവന്റെ കൈ കൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് തന്നെ ഇവിടെ നാശം സംഭവിക്കാൻ പോവാന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെ, പല പല മാർഗത്തിൽ കൂടെ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഭഗവാന്റെ കർമ്മം വേറെയാണ്, ഭഗവാന്റെ ഇഷ്ടം, ഇച്ഛ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് മരണം വരെ ഞാൻ കുരുവംശത്തിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ കാരണം കുരുവംശം നശിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് വിവാഹം തന്നെ മാറ്റിവെച്ചവനാണ് ഭീഷ്മപിതാമഹൻ. ഭീഷണമായിട്ടുള്ള ശപഥം ചെയ്തവനാണ് ഭീഷ്മപിതാമഹൻ. അതുകൊണ്ടാണ് ഭീഷ്മൻ എന്ന് പേര് വന്നത്. അങ്ങനെയുള്ള അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെ ഇവിടെ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, യുദ്ധം തന്നെയാണ് അനിവാര്യം എന്ന് പറഞ്ഞ് ശംഖ് വിളിച്ചു. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. അതാണ് പുരാണങ്ങളിൽ അങ്ങനെയുള്ള കഥകളെല്ലാം പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വധർമ്മത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെറുതെ വായിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ള അദ്ദേഹമാണ് വെല്ലുവിളിച്ചത് അർജുന. തസ്മാത്, അതുകൊണ്ട് യുദ്ധസഭാരത ഭാ ദീപ്തി പ്രകാശ ജ്ഞാനം ഇതിരതായാം, അറിവിന്റെ നിറകുടമേ. ഭാരത, ഭാരതീയൻ എന്ന് പറഞ്ഞാൽ അറിവില് നൃത്തം ചെയ്യുന്നവൻ, വെളിച്ചത്തിൽ നൃത്തം ചെയ്യുന്നവൻ, പ്രമയില് നൃത്തം ചെയ്യുന്നവൻ, പ്രമാണത്തിൽ നൃത്തം ചെയ്യുന്നവൻ. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഭാരത, ഇന്ത്യയിൽ ജനിച്ചവനെ, ഭാരതത്തിൽ ജനിച്ചവനെ. അതുകൊണ്ട് ഇത് നീ അനുജ്ഞയായിട്ട് കണ്ട് യുദ്ധം ചെയ്താലും, നീ നിന്റെ കടമയെ നിർവഹിച്ചാലും. അല്ലെ, ഇവിടെ അർജുനന്റെ കടമ എന്താണ്? സ്വധർമ്മം എന്താണ്? യുദ്ധം. അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ പറയുന്നത്. അല്ലാണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹിംസാവാദിയല്ല, അഹിംസാവാദിയാണ്. അഹിംസ പരമോ ധർമ്മ, ഏറ്റവും വലിയ ധർമ്മം അഹിംസയാണ് ഭാരതീയരുടെ. അല്ലെ, അല്ലെങ്കിൽ വിദേശികളെല്ലാം ഇത്രയും വർഷം ഭരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്?
നമ്മള് അഹിംസ പരമ, അയ്യോ അവരെ വധിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്, അതിഥി ദേവോ ഭവ, അവര് അതിഥികളാണ് എന്നെല്ലാം പറഞ്ഞു പഠിച്ചിട്ടുള്ള നമ്മള് ഭാരതീയര്, നമ്മുടെ ഭഗവാൻ എല്ലാവരെയും വധിച്ചോളൂ, നീ യുദ്ധം ചെയ്തോളൂ എന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിന്റെ സ്വധർമ്മത്തെ ആചരിക്കൂ, അനുഷ്ഠിക്കൂ എന്നുള്ള യാചനയോട് കൂടിയിട്ടുള്ള ഒരു അനുജ്ഞയാണ്, ആജ്ഞയല്ല ഭഗവാൻ ഇവിടെ നൽകുന്നത്. വളരെ ശ്രദ്ധിക്കണേ. അല്ലാതെ പല അന്യമതക്കാരും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം ചിലപ്പോ നിങ്ങളോട് ചോദിച്ചേക്കാം, നിങ്ങളുടെ ഭഗവാൻ എന്താളാ അല്ലെ, ഇങ്ങനെ വലിയ ഭഗവാൻ അത്ര ഭഗവാൻ, എന്നിട്ട് യുദ്ധം ചെയ്യാൻ പറയാ, തലവെട്ടാൻ പറയുന്നു, കൈവെട്ടാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തെ അത് വേറെ ഇത് വേറെ. ഞങ്ങളുടെ ഭഗവാൻ പറഞ്ഞത് ഇതാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ആ ആത്മാവിന്റെയും ശരീരത്തിന്റെയും പഠനം വീണ്ടും പറയുകയാണ്. അപ്പോ ഇവിടെ ഋക്കുകള് 2 മന്ത്രങ്ങളാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. കാരണം തീർച്ചയായിട്ടും ഇതില് എന്താണ്, സർവവേദ വേദാന്ത സാര സർവസ്വമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ഉണ്ടാവണല്ലോ. കാരണം ഉപനിഷത്തുകളുടെയും എല്ലാം സാരാംശമാണ്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദനഹ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ധ്യാനത്തില്. അപ്പോ ഇവിടെ 2 വേദമന്ത്രങ്ങൾ, കൃഷ്ണ യജുർവേദിയ 2 മന്ത്രങ്ങളാണ്, കഠോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിനെ നിയതാക്ഷര നിബന്ധമായിട്ടുള്ള മന്ത്രം എന്നാണ് ഋക്കുകൾക്ക് പറയുന്നത്. അപ്പൊ കഠോപനിഷത്തിലെ 18, 19 മന്ത്രങ്ങളാണ്, രണ്ടാം വലിയ 18, 19 മന്ത്രങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ട് അല്ല, മൂല്യം ഒന്ന് തന്നെ, അതിന്റെ സാരാംശം ഒന്ന് തന്നെ. പക്ഷെ ഇവിടെ സാഹചര്യം, അവിടെ യമധർമ്മൻ നചികേതസ് ഒരു ചെറിയ കുട്ടിക്ക് ഉപദേശിക്കുന്നു, ഇവിടെ വലിയൊരാള് വലിയൊരു കുട്ടിക്ക് ഉപദേശിക്കുന്നു. അപ്പൊ ചെറുതായിട്ട് അതിലൊരു മാറ്റം വരണല്ലോ, വേണം. യേനം വേത്തി ഹന്ധാരം ജൈനം മന്യദേഹദം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ അർജുന, ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഭാവാർത്ഥം: ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങളേറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അർജുന, ഇപ്പോ അദ്ദേഹത്തിന്റെ ദുഃഖം എന്താണ്? അർജുനന്റെ ദുഃഖം എന്താണ്? ഞാൻ കാരണം എൻ്റെ മുത്തച്ഛൻ മരിക്കും, ഞാൻ കാരണം എൻ്റെ ആധ്യാത്മിക ആചാര്യന്മാരായിട്ടുള്ള അധ്യാപകരായിട്ടുള്ള ദ്രോണാചാര്യരും കൃപാചാര്യരും മരിക്കും, ഞാൻ കാരണം എൻ്റെ വല്യച്ഛൻ്റെ മക്കൾ മരിക്കും, ഞാൻ കാരണം എൻ്റെ സുഹൃത്തുക്കൾ മരിക്കും, ഞാൻ കാരണം ചിലപ്പോൾ എൻ്റെ ജ്യേഷ്ഠനോ എൻ്റെ സഹോദരന്മാരോ മരിക്കും, ഞാൻ കാരണം എൻ്റെ ഭാര്യയുടെ സഹോദരന്മാരോ അവരുടെ പിതാക്കന്മാരോ മരിക്കും. അല്ലെ, ഈ പാപമെല്ലാം ഞാൻ എപ്രകാരമാണ് തരണം ചെയ്യുക? അല്ലെ, ഞാൻ നരകലോകങ്ങളിൽ പോകില്ലേ? എനിക്ക് വീണ്ടും ശരീരം എടുക്കേണ്ടി വരില്ലേ? ഇതൊക്കെയാണ് അർജുനന്റെ ചിന്ത. അപ്പൊ അർജുനനോട് പറയാണ് ഭഗവാൻ, അത് ഓർത്തിട്ട് വിഷമിക്കണ്ട. യാ ഏനം വേത്തി ഹന്താരം, യാതൊരുവനാണ് ഇവനെ, ആത്മാവിനെ, അല്ലെ, ഇതിനെ, ഇവനെ എന്നൊക്കെ പറഞ്ഞ എന്താണ്? ആത്മാവിനെ. ആരാണ് ആത്മാവിനെ ഹന്താരം, ഹനിക്കുന്നവനെന്ന്, കൊല്ലുന്നവനെന്ന്, മന്യതേ ഹതം, ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ആലോചിക്കുന്നത്. യത് ഏനം ഇവനെ, ഇവനെ ആരാണ് കൊല്ലിപ്പിക്കുന്നത്? ഇവനെ ആരാണ് കൊല്ലുന്നത്? ഇവനെ ആരാണ് കൊല്ലിപ്പിക്കുന്നത്? അല്ലെ, ഒരു വ്യക്തിയെ കൊല്ലുന്നു, ഒരു വ്യക്തിയെ കൊല്ലിപ്പിക്കുന്നു. കൊല്ലുന്നവൻ വേറെ, കൊല്ലിപ്പിക്കുന്നവൻ വേറെ. ഉഭൗതൗന വിജാനീതോ, ഇവര് 2 പേരും അറിയുന്നില്ല, ഇവര് 2 പേരും അജ്ഞാനികളാണ്, ഇവര് 2 പേരും ബുദ്ധിശൂന്യന്മാരാണ്, വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളാണ്. കാരണം എന്താണ്? ഇവർക്കൊരു ചുക്ക് അറിയില്ല, ഇവർക്കൊന്നും അറിയില്ല. ഉഭൗ, 2 പേർക്കും. ആർക്ക് 2 പേർക്ക്? ആരാണ് ഒരാളെ കൊല്ലുന്നതെന്ന് വിചാരിക്കുന്നത്, ആരാണ് ഒരാളെ കൊല്ലിപ്പിക്കുന്നതെന്ന് വിചാരിക്കുന്നത്, ഇവർക്ക് 2 പേർക്ക് ഒരു രഹസ്യം അറിയില്ല, പരമസത്യം അറിയില്ല. ഇവർ അജ്ഞാനികളാണ്, സത്യം അറിയാത്തവരാണ്. കാരണം നായം ഹന്തിന ഹന്യതേ, ഇവനെ, ആരെ? ആത്മാവിനെ, ഈ ജീവനെ, നഹന്തി, അവനെ കൊല്ലാൻ സാധിക്കില്ല, നഹന്യതേ, കൊല്ലിപ്പിക്കാനും സാധിക്കില്ല. അർജുന, ഞാൻ നിന്നോട് കൊല്ലാൻ പറഞ്ഞു, നിനക്ക് അവരെ കൊല്ലാൻ പറ്റില്ല.
ഇനി നീ വിചാരിക്കുന്നു ഞാനാണ് കൊല്ലുന്നത്, തെറ്റ്, നീ കൊല്ലുന്നുമില്ല. മനസ്സിലായില്ല? ലളിതമായിട്ടുള്ള ഭാഷ. കാരണം കഠോപനിഷത്തിൽ ശ്ലോകമാണല്ലോ. അവിടെ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് യമധർമ്മൻ. അപ്പോ വളരെ കടുകട്ടിയ. എന്നിരുന്നാലും ഇതിന്റെ സാമാന്യ അർത്ഥം എന്താണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് ഒരാളെ കൊല്ലാനോ വേറൊരാള് പറഞ്ഞാൽ അവനെ കൊല്ലിപ്പിക്കാനോ സാധ്യമല്ല. ഇനി അവനവൻ വിചാരിച്ചാലും സാധ്യമല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? കാരണം എന്താണ്? ആത്മാവ് നാശരഹിതനാണ്, അനാശിയാണ്, അപ്രമേയനാണ്, വിനാശിയാണ്, അവ്യയനാണ്, പുരാണനാണ്, നവീനനാണ്, ശുദ്ധനാണ്. മനസ്സിലായ? അതെല്ലാം സത്തായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ശരീരത്തെ വേണമെങ്കിൽ നീ കീറി മുറിച്ചോളൂ, ദഹിപ്പിച്ചോളൂ, ജീർണിച്ചോളൂ, വെട്ടിക്കഷ്ണമാക്കിക്കോളൂ, പൊടിച്ചോളൂ, അതിനെ കുതിർത്തോളൂ, അതിനെ വലിച്ചു നീട്ടിക്കോളൂ, അതിനെ പുകച്ചോളൂ, അല്ല എന്ത് വേണമെങ്കിൽ ആക്കിക്കോളൂ. പക്ഷെ അതിലിരിക്കുന്ന അവനെ, ദേഹിയെ, ശരീരിയെ, ആത്മാവിനെ, ഉണ്മയെ, അവബോധത്തെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നായം ഹന്തിന ഹന്യതേ, അതിനെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണോ? അപ്പോ എനിക്ക് ഒന്നും കൂടി നല്ല പോലെ അങ്ങ് വ്യക്തമായി മനസ്സിലാക്കി തരൂ. ഇതങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമായില്ലേ എനിക്ക്, ഒന്ന് വിശദമാക്കി തരും ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, വിശദമാക്കി തരാലോ എന്ന് പറഞ്ഞ് കഠോപനിഷത്തിലെ 2-ാം വലിയിലെ 19-ാമത്തെ മന്ത്രം ഋക്ക്, ആ അല്പാക്ഷരമായിട്ടുള്ള മന്ത്രത്തെ വീണ്ടും വിശദീകരിച്ചു തരാം. എന്താണ്? ശ്രീ ഭഗവാനുവാച ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ നാഹന്യതേ ഹന്യമാന ശരീരേ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. ആത്മാവിന് ഒരിക്കലും ജനനമോ മരണമോ ഇല്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷന്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ്. ശരീരത്തിനെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ അഥവാ സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 6 വിധം മാറ്റങ്ങൾക്ക് അധീനമാണ് നമ്മുടെ ശരീരം. അത് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു, കുറച്ചു ദിവസങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു, ക്ഷയിക്കുന്നു, അവസാനം കാലയവനികൾക്കുള്ളിൽ മറയുന്നു. ആത്മാവാകട്ടെ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനല്ല, ജനിക്കുന്നതുമില്ല. ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത്. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല. വളരെ വലിയൊരു പരമസത്യത്തെയാണ് ഭഗവാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ, ഇത് മനസ്സിലാക്കുമ്പോ തന്നെ നമ്മുടെ പകുതി ദുഃഖങ്ങൾ പോവും, ഭയം നഷ്ടപ്പെടും. കാരണം ഏറ്റവും വലിയ ഭയം എന്താണ്? മരണഭയം. അപ്പൊ മരണഭയത്തെ ഇല്ലാതാക്കുവാനാണ് ശ്രീമദ് ഭഗവത്ഗീത പരിശ്രമിക്കുന്നത്. അമൃതത്വായ കൽപ്പതേ. ഇനി നിങ്ങൾക്ക് എല്ലാ അധ്യായങ്ങളിലും ഒരു കാര്യം പറയും. എന്താണ്? അമൃതത്വായ കൽപ്പതേ. ഉണ്ണി, നീ മൃതനല്ല, അമൃതനാണ്, നീ ഒരിക്കലും മരിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ സന്തോഷമായി. എന്താ? അല്ല, നമ്മൾ ഒരിക്കലും തോൽക്കുന്നില്ല, നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല, നമുക്ക് മുറിവേൽക്കുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ? അതെ. അപ്പൊ നമ്മൾ വിചാരിക്കും, 100-100 വയസ്സ് വരെ ജീവിക്കൂ, ഇനി ഈശ്വര ആകെ അല്ലെ ഒരു കലത്തിന്റെ ഇടയിലൊക്കെ നമ്മൾ തന്നെ ഇട്ട് വെക്കേണ്ടി വരൂ, അത്രയ്ക്ക് ആവും. അപ്പോഴാണ് പറയുന്നത് പുനർജന്മന വിദ്യതേ. നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടാവില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെ? പുനർജന്മം ഉണ്ടെങ്കിലല്ല നിങ്ങൾ മരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി കഴിഞ്ഞു, ഇതോടുകൂടിയിട്ട് പിന്നെ നിങ്ങൾക്ക് മരണവുമില്ല, ജനനവുമില്ല. അപ്പൊ ആദ്യം നമ്മളോട് അമൃതത്വം പറയുന്നു, പിന്നെ പുനർജന്മം പറയുന്നു. മനസ്സിലായോ? അതാണ് ഭഗവത്ഗീതയുടെ സാരാംശം. ഇവിടെ പറയാ നജായതേ, അവൻ ജനിക്കുന്നില്ല. ആര്? നമ്മുടെ ആത്മാവ്, സത്ത് ജനിക്കുന്നില്ല. നമ്രിയതേ, അവൻ മരിക്കുന്നുമില്ല. ആര്? നമ്മുടെ ആത്മാവ്. വാ കദാചിത്, ഒരിക്കലും തന്നെ, എപ്പോഴും തന്നെ. അല്ലെ? ഇനിയിപ്പോ ഈ ജന്മമാണോ ചോദിച്ചാൽ അല്ല. കോടാനുകോടി ജന്മങ്ങൾ എടുത്താലും, ലക്ഷക്കണക്കിന് ജന്മങ്ങൾ എടുത്താലും ഒരിക്കലും നിങ്ങൾ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അല്ലെ? എന്താണ് ജനിക്കുന്നതും മരിക്കുന്നതും? നമ്മുടെ ശരീരം. ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. അത് സത്താണ്, ഉണ്മയാണ്, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ്.
ന അയം ഭൂത ഭവിത വാനഭൂയ. ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാകുന്നില്ല, ഇല്ലാതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നുമില്ല. അയം ഇവനെ, നമ്മുടെ ഇവൻ ആര്? ആത്മാവ്. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, അവൻ ഉണ്ടായിട്ടില്ലാതാവുന്നില്ല, ഇല്ലാതായിട്ട് ഉണ്ടാകുന്നുമില്ല. അജോ, അവൻ അജനാണ്, ജനിക്കാത്തവനാണ്, നിത്യനാണ്, എപ്പോഴും ഉള്ളതാണ്. ശാശ്വത, യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളില്ലാത്തവനാണ്, ക്ഷീണം സംഭവിക്കാത്തവനാണ്, ശാശ്വതനാണ്, എപ്പോഴും ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുന്നവനാണ്. പുരാണഹ, അവൻ വളരെ പണ്ടുള്ളവനാണ്. എന്നാലോ നല്ല സുന്ദരകുട്ടപ്പന്റെ പോലെ, പഴയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുതിയവനെ പോലെയാണ് ഇരിക്കുന്നത്. നഹന്യതേ, അവനെ ഒരിക്കലും ഹന്തിക്കുവാൻ, അവനെ ഒരിക്കലും കൊല്ലുവാൻ സാധിക്കില്ല. നഹന്യമാനെ, അവനെ ഒരിക്കലും വധിക്കുവാനും സാധിക്കില്ല. ശരീരേ, ശരീരത്തിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ശരീരിയായിട്ടുള്ള, ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ദേഹിയായിട്ടുള്ള അവനെ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല അർജുന. അവൻ അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, അനാശിയാണ്, അവ്യയനാണ്, അപ്രമേയനാണ്, പുരാണനാണ്, നവീനനാണ്, സത്താണ്, ചിത്താണ്, ആനന്ദ സ്വരൂപനാണ്. ഇതൊക്കെയാണ് ആത്മാവിന്റെ ഗുണങ്ങള്, സവിശേഷതകള്. അല്ല, ഇതൊക്കെ ഒരു പദം തന്നെയാണല്ലോ. നേരത്തെയും കുറെ പദങ്ങൾ പറഞ്ഞു. അജ, നിത്യ, ശാശ്വത, ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പദമായിട്ട് തോന്നും. പക്ഷെ ശിഷ്യനെ ഉപദേശിക്കുന്ന സമയത്ത് ആ ഒരു സത്യം മനസ്സിലാക്കുവാനായിട്ട്, ആ ഒരു പറയുന്ന കാര്യം അവന്റെ ആ മസ്തിഷ്കത്തിലേക്ക്, അവന്റെ ആ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് പോകാനായിട്ട് അധ്യാപകൻ എന്ത് ചെയ്യും? പല പല രീതിയിൽ, അല്ലെ, അതിൽ കുട്ടീനെ ജയിപ്പിക്കണം. 10ാം ക്ലാസ്സിൽ 100% വേണം സ്കൂളിനെ. ഈ പൊട്ടൻ തോറ്റു കഴിഞ്ഞ പിന്നെ പ്രശ്നാവില്ലേ? അപ്പൊ അവനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇത് വരൂ കേട്ടോ, ഇത് പഠിച്ചോളൂ, ഇത് വരും, ഈ ചോദ്യം വരും, ഇത് പാനിപ്പട്ടി യുദ്ധത്തിന്റെ ഇത്, അല്ലെങ്കിൽ 1ാം ഭരണ പരിഷ്കാരം, അല്ലെങ്കിൽ ഡൽഹൌസി പ്രഭുവിന്റെ ഇത്. ജീവിതത്തിലൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും വെറുതെ ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ആ പൈതഗോറസ് തിയറം, അല്ലെങ്കിൽ ആ മറ്റേ യൂറിക്ക തിയറം, ഇതൊക്കെയും പഠിപ്പിച്ചിട്ട് നമ്മൾ എന്താക്കും. അതുപോലെ ഇവിടെ ആ അർജുനനെ തന്റെ തലത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെ? പാവപ്പ വിഷാദഗ്രസ്തനായിട്ട് ഇരിക്കുന്നത്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ട്. അപ്പൊ അവന്റെ അവിഷാദമെല്ലാം മാറ്റാനായിട്ട് ഇവിടെ ആത്മാവിന്റെ ഗുണങ്ങളാണ് പറയുന്നത്. അപ്പോ ഇതില് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ, ഒരാളും മരിച്ചു, ദഹിപ്പിച്ചു, വെണ്ണീറായി, അവൻ നശിച്ചു, അവൻ മരിച്ചു എന്ന് പറയും, അല്ലെ? ഒരു വൃക്ഷം നിങ്ങളുടെ ഇതിന്റെ അവിടെയുണ്ട്. അപ്പൊ അതിന് ആരോ പെട്രോളോ ഡീസലോ ഒക്കെ ഒഴിച്ച്, അപ്പുറത്തെ അയൽവാസി ദേഷ്യം വന്നിട്ട് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ കൊമ്പൊക്കെ വെട്ടി കുറച്ച് ആസിഡൊക്കെ ഒഴിച്ചു. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഇലകളെല്ലാം കൊഴിയാനായിട്ട് ആരംഭിക്കും, അതിന്റെ ചില്ലകളെല്ലാം അത് ശോഷിക്കാനും ഉണങ്ങാനും തുടങ്ങും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയും? നശിച്ചു, ആ മരം നശിച്ചു. നശിച്ചിട്ടില്ലല്ലോ, ദേ അവിടെ നിൽക്കണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാശം ആരംഭിച്ചു. നശിച്ച പോലെ ഏത്, ഇനി അതിന് വലിയ വർധന ഒന്നും ഉണ്ടാവില്ല, അല്ല? ഇനി അതിൽ ഫലമൂലാദികളോ ഇലകളോ ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരു 3-4 ബസ്സും 2 കെട്ടിടങ്ങളും ഒരു സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരാള്, അല്ല, വലിയ ക്യാമനായിരുന്നു, പ്രമാണി, ആഢ്യൻ, അല്ലെ, എല്ലാവരും ബഹുമാനിക്കുന്നവൻ, അങ്ങനെ ഒരാള് കുറച്ച് കഴിഞ്ഞ മക്കളൊക്കെ നശിപ്പിച്ച് ആ കുടിയും എല്ലാം തുടങ്ങി, ആ ബസ്സുകളെല്ലാം വിറ്റു, വണ്ടികളെല്ലാം വിറ്റു, കടയും വിറ്റു, ഇപ്പൊ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? അവൻ നശിച്ചു, അല്ലെ? ആ മുതലാളി നശിച്ചു. നശിച്ചിട്ടില്ല, ഞാൻ കണ്ടുല്ലോ കഴിഞ്ഞ ആഴ്ചയില്. നശിച്ച പോലെയായി, എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെ? അതുപോലെ ഇവിടെ അജ, നിത്യ, ശാശ്വതോയം, അവിനാശി, നാശി, അനാശി, അല്ലെ, വിനാശി എന്നൊക്കെ പറയുമ്പോ ഈ ഒരു അർത്ഥമാണ്. അതായത് ഏതെങ്കിലും ബുദ്ധിയുണ്ടെന്ന് തോന്നിക്കുന്ന യുക്തിവാദികളോ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരോ ഒക്കെ ഇത് അങ്ങനെ ആയിരിക്കാം ഭഗവാൻ പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഖണ്ഡിക്കുവാനായിട്ട്, അല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടല്ല, ഇതാ വീണ്ടും അതിന്റെ പിന്നാലെ, അങ്ങനെ ഒരു പദത്തിന്റെ പിന്നാലെ വേറൊരു പദം പറഞ്ഞ് ഈ ആളുകൾക്ക്, പ്രതിപക്ഷത്തിന് സംസാരിക്കാതിരിക്കാനുള്ള, അല്ലെ, എങ്ങനെയെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ എന്തെങ്കിലും പഴുതുകൾ കാണണം, അതിന്റെ ആ ഒരു സത്യത്തെ, അതിന്റെ ഒരു മഹത്വത്തെ നശിപ്പിക്കണമെന്ന് ആരെങ്കിലും കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു പദത്തിനെ തന്നെ പല പല പദങ്ങളിൽ കൂടെ, വീക്ഷണകോണുകളിൽ കൂടെ, 2D 3D 4D എന്നൊക്കെ പറയില്ലേ, പല പല വീക്ഷണ ഇങ്ങനെ പറഞ്ഞ് ഓരോ പദങ്ങളെ കൊണ്ട് നമുക്ക് അതിന്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത്. ഇനിയും കുറെ പഠിക്കാനുണ്ട് നമുക്ക്.
അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ, താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ, എല്ലാവർക്കും ശുഭദിനം തരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഈ അന്വാകാരമായ ഈ ജീവാത്മാവിനെ സർവ്വവ്യാപിയായ വിഷ്ണുതത്വം എന്ന് കരുതണത് എന്താണ് പ്രഭു? അതിനെ കുറിച്ച് ഭഗവാന്റെ പൂർണ്ണാംശമായതുകൊണ്ട്, ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, ഭഗവാന്റെ സകല ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് വിഷ്ണുതത്വം തന്നെയാണ് നമ്മള്. ഹരേ കൃഷ്ണ ഭഗവാൻ പ്രഭു. സത്താണ്, നമ്മൾ സത്താണ്. ഭഗവാൻ ചിത്താണ്, നമ്മൾ ചിത്താണ്. ഭഗവാൻ ആനന്ദ സ്വരൂപിയാണ്, നമ്മൾ ആനന്ദ സ്വരൂപിയാണ്. ഭഗവാൻ സുന്ദരനാണ്, നമ്മൾ സുന്ദരനാണ്, സുന്ദരിയാണ്. ഭഗവാൻ അറിവുണ്ട്, നമുക്ക് അറിവുണ്ട്. ഭഗവാന് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് പടം വരയ്ക്കാനുള്ള. ഭഗവാന് നൃത്തം ചെയ്യാൻ അറിയാം. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സർവ്വഗുണങ്ങളും, ഭഗവാനിലുള്ള സർവ്വഗുണങ്ങളും നമ്മളിൽ ഒരു പരിധി വരെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരമാത്മാവിന്റെ അംശമാണ്, ഭഗവാന്റെ അംശമാണ്. പരമാത്മാവ് ഭഗവാന്റെ പൂർണ്ണ വിസ്തരണമാണ്, പൂർണ്ണ അംശമാണ്. എന്നാൽ ജീവാത്മാവ് ഭാഗികമായിട്ടുള്ള അല്ലെ, ആ പാർട്ട് ആൻഡ് പാർട്ടിക്കിൾ ആണ്, പാഴ്സൽ. കൃഷ്ണ പ്രഭു, എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ടോ, അതോ മനുഷ്യ ജീവാത്മാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവർക്ക് അറിയണില്ല, നമുക്ക് മാത്രമേ അറിയുന്നുള്ളൂ. നമുക്ക് അതാണ് എല്ലാവർക്കും ആ 4 വ്യവഹാരങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഭയം, മൈഥുനം, എല്ലാ ഇതുണ്ട്. പക്ഷെ നമുക്ക് അറിയുവാനുള്ള ഒരു ജിജ്ഞാസ, സവിശേഷ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ആ ഒരു വിശേഷണ പണ്ഡ, ആ ഒരു പ്രമ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത്. അതിലും ഇതിലും എല്ലാത്തിലും ആ വിഷ്ണുതത്വം തന്നെ, ഭഗവാന്റെ വിപിന. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു പൂ പൊട്ടിക്കുമ്പോൾ വരെ നമ്മളോട് അനുവാദം ചോദിച്ചിട്ട് മാത്രമേ ആ പൂവ് ഇറുക്കാൻ പാടുള്ളൂ. തുളസിയോടായിക്കോട്ടെ, ചെമ്പരത്തിയോടായിക്കോട്ടെ, ചെത്തിയോടായിക്കോട്ടെ. കാരണം അതിനും ജീവനുണ്ട്, അതിനും വികാരമുണ്ട്. മഴ പെയ്യുമ്പോൾ അവ നൃത്തം ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടുകാരനാ സുദർശൻ കണ്ടെത്തിയിട്ടുള്ളതാ, അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ളതാ. അപ്പൊ വൃക്ഷലതാദികൾക്കും ജീവനുണ്ട്, വികാരമുണ്ട്, ചിന്തകളുണ്ട്, പ്രജ്ഞയുണ്ട്, അവബോധമുണ്ട് എന്നൊക്കെയും കണ്ടെത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അംശം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അല്ലേ പ്രഭു? കാരണം കടലും കടൽ വെള്ളവും തമ്മിലുള്ള സാമ്യം വന്നിരിക്കുന്നത് തന്നെയാണ് അല്ലേ പ്രഭു? അളവില് വ്യത്യാസമുണ്ട്, പക്ഷെ ഗുണത്തില് ഏകമാണ്. അളവില് വ്യത്യാസമുണ്ട്. അടുത്ത ചോദ്യം. പ്രഭു, ഇപ്പൊ ഹരേ കൃഷ്ണ. ഇപ്പൊ ജെ.സി. ബോസ്, ജഗദീഷ് ചന്ദ്രബോസ് ഗവേഷണം നടത്തിയിട്ടുണ്ട്. സസ്യങ്ങൾക്കും വികാരമുണ്ട് എന്ന് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് പ്രഭു ഓരോ വാക്കുകളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നന്നായി ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഉപകാരപ്രദമാണ്. എന്നാലും ഇപ്പൊ ഒരു സംശയം, സൂര്യരഥം, ഇപ്പൊ സൂര്യന്റെ രഥം എന്ന് പറയുന്നുണ്ട്. സൂര്യൻ 7 കുതിരകളെ പൂട്ടിയ രഥം, അരുണദേവനാണ് ആ രഥം നയിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സയന്റിസ്റ്റുകൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ എടുത്ത് നിൽക്കുന്നു, മറ്റു ഗ്രഹങ്ങളെല്ലാം ചുറ്റുമെന്ന് വന്നു. പക്ഷെങ്കിൽ പിന്നെ അപ്പൊ വേദങ്ങളിൽ ഇങ്ങനെ പറയുന്നു, സൂര്യൻ സൂര്യൻ ഇരിക്കുന്ന സൂര്യ ഭഗവാനെ നിയന്ത്രിക്കുന്നത് അരുണദേവനാണ്. അപ്പൊ ഈ ഇടയ്ക്ക് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയായിട്ട് പറയുന്നുണ്ട് സൂര്യൻ ചലിക്കുന്നുണ്ട്, സൂര്യഗ്രഹം ചലിക്കുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ ഗോളങ്ങൾ ഇതേ സമയം തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രഭു. അത് ആ ഒരു കാര്യം ഞാൻ പ്രഭുവിനെ പറയാനായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും വേദങ്ങളിൽ എന്താ കള്ളം പറയുമോ? സൂര്യരഥം സഞ്ചരിക്കുന്നു. അപ്പൊ രഥം എന്ന് പറയുമ്പോൾ രഥത്തിന്റെ ആവശ്യം എന്താ? അത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ അത് മനസ്സിലായി, സയന്റിസ്റ്റുകളും അത് കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അത് ബോധ്യമായിപ്പോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ പ്രഭുവിനോട് പറയാനായി. സൗരയൂഥത്തെ അപേക്ഷിച്ച് സൂര്യൻ നിശ്ചയമായിട്ട് നിൽക്കുന്നു. പക്ഷെ ഗാലക്സി, യൂണിവേഴ്സ്, ഈ നമ്മുടെ ഈ സൗരയൂഥത്തിന്റെ അപ്പുറത്തുള്ള വലിയ ആ ദൃശ്യപ്രപഞ്ചത്തെ കുറിച്ച് നോക്കുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു കാക്ക പശുവിന്റെ മുകളിൽ ഇരുന്നിട്ട് പുല്ല് തിന്നുകയാണ്. അപ്പൊ അവിടെ ഒരു കുട്ടി ദൂരെ നിന്ന് നോക്കുമ്പോ കാക്ക ചലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയും ഇല്ല എന്ന് പറയും, വേറൊരാൾ പറയും ഉണ്ട് എന്ന് പറയും. പശുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാക്ക ചലിക്കുന്നില്ല, കാക്ക ആ പശുവിന്റെ പുറത്താണ്. പക്ഷെ ഭൂമിയുമായിട്ട്, ആ പുല്ല് തിന്നുന്ന പ്രതലവുമായിട്ട്, ഗ്രൗണ്ടുമായിട്ട് നോക്കുമ്പോ പശു ചലിക്കുന്നതിനനുസരിച്ച് കാക്കയും ചലിക്കുന്നു. അപ്പൊ കാക്ക ചലിക്കുന്നുണ്ട് അല്ലെ? കാലത്ത് 7 മണിക്ക് നിന്നിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല പശു 8 മണിക്ക്. അപ്പോ
പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്കയും ചലിക്കുന്നുണ്ട്. അപ്പൊ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്, അതും കൂടി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗരയൂഥത്തെ സംബന്ധിച്ച് സൂര്യൻ നിശ്ചലാവസ്ഥയിലും, പക്ഷെ ഈ വലിയ ദൃശ്യപ്രപഞ്ചത്തെ സംബന്ധിച്ച്, ഗാലക്സിയെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ടും ഈ ജഗത്ത് മുഴുവൻ ഓരോ സൗരയൂഥങ്ങളും തനിയെ ചലിക്കുന്നുമുണ്ട്, ഭ്രമണം ചെയ്യുന്നുമുണ്ട്, പരിക്രമണം ചെയ്യുന്നുമുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പം വരുന്നത്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് അതിനെ സയന്റിസ്റ്റുകൾ സമ്മതിക്കുന്നുണ്ട് അതിപ്പോ. ഓക്കെ. ശരി മാതാജി.